നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കും. आज के हमारे अध्ययन के लिए प्रकाशित वाक्य 21वां अध्याय 3 आयत पढ़े. സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. फिर मैंने सिंहासन में से किसी को ऊंचे शब्द से ये कहते हुए सुना कि देख, परमेश्वर का डेरा मनुष्यों के बीच में है, वो उनके साथ डेरा करेगा और वे उसके लोग होंगे और परमेश्वर आप उनके साथ रहेगा और उनका परमेश्वर होगा. നാം ഇവിടെ വായിച്ചു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. यहाँ पर हमने यूं पढ़ा, देखो परमेश्वर का डेरा मनुष्यों के बीच में. ദൈവം അവരുടെ ദൈവമായി അവരുടെ കൂടെയുണ്ട് എന്ന് നാം കാണുകയാണ്. और हम ये पढ़ते हैं, परमेश्वर उनका परमेश्वर होकर उनके मध्य में रहता है. അവർ അവന്റെ ജനമായിരിക്കും എന്ന് നാം കാണുന്നു. और हम ये भी पढ़ते हैं, वे उनके उसके लोग होंगे. താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെയിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. और यहाँ बताया गया है, वो उनका परमेश्वर होकर उनके मध्य में रहेगा. ഇതാരാണ്? ये कौन है? ഇത് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നവർ. परमेश्वर के डेरे में रहने वाले लोग. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. देख, परमेश्वर का डेरा मनुष्यों के बीच में. ഇപ്പോൾ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം കാണപ്പെടുകയാണ്. यहाँ पर परमेश्वर जो है मनुष्यों के बीच में, या वो परमेश्वर का डेरा लगा हुआ हम देखते हैं. അതെ, ഈ ദൈവത്തിന്റെ കൂടാരത്തിൽ കാണപ്പെടുവാൻ വസിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. इस परमेश्वर के डेरे में रहने के लिए परमेश्वर ने हमें सौभाग्य दिया है. ഇതാ ഇവിടെ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം. देख, परमेश्वर का डेरा मनुष्यों के बीच में. ഈ ദൈവത്തിന്റെ കൂടാരത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നതിനെ ഓർത്ത് കരങ്ങളുയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. इस परमेश्वर के डेरे में वास करने के लिए परमेश्वर ने हमें मदद किया, इसलिए आइए अपने हाथों को उठाते हुए मिलकर हम तारीफ करें. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 15-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ भजन 15 का पहला आयत में हम यूं पढ़ते हैं, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? हे यहोवा तेरे डेरा में कौन वास करेगा? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും? तेरे पवित्र स्थान में कौन निवास करेगा? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? हे यहोवा तेरे निवास स्थान पर कौन वास करेगा? അപ്പോൾ എല്ലാവർക്കും ഈ കൂടാരത്തിൽ പാർക്കുവാൻ കഴിയുകയില്ല എന്ന് നാം അവിടെ മനസ്സിൽ കാണുവാൻ കഴിയുകയാണ്. इससे हम ये बात को समझ सकते हैं, उसके डेरे में सब लोग नहीं रह सकते. എന്നാൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ആർ പാർക്കും? लेकिन एक सवाल यहाँ पूछा गया है, कौन वहां रह सकता है? 76-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 76 भजन के पहला और दूसरे आयत में हम यूं पढ़ते हैं, അവിടെ നാം കാണുന്നത്, ദൈവം യഹോവയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലുതാകുന്നു, അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. परमेश्वर यहूदा में जाना गया है, उसका नाम इस्राएल में महान हुआ है और उसका मंडप शालेम में और उसका धाम सिय्योन में है. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, परमेश्वर यहूदा में जाना गया है, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു, उसका नाम इस्राएल में महान हुआ है, അവന്റെ കൂടാരം ശാലേമിലും उसका मंडप शालेम में അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. और उसका धाम सियोन में है. അപ്പോൾ ദൈവത്തിന്റെ കൂടാരം ശാലേമിൽ എന്ന് കാണുകയാണ്. यहाँ हम पढ़ते हैं, यहोवा का मंडप शालेम में है. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു എന്ന് കാണുകയാണ്. परमेश्वर यहूदा में जाना गया है करके हम पढ़ते हैं. അതെ, യഹൂദയിൽ ദൈവം പ്രസിദ്ധനായിരിക്കുന്നു, यहूदा में परमेश्वर जाना गया है, അതുപോലെ അവന്റെ നാമം ഇസ്രായേലിൽ വലിയതായിരിക്കുന്നു. और उसका नाम इस्राएल में जाना महान हुआ है. അതെ, നമ്മുടെ ദൈവം നമ്മെ പുതിയ നിയമ യഹൂദന്മാരും ഇസ്രായേലിലുമാക്കി തീർത്തിരിക്കുകയാണ്. हाँ, हमारा परमेश्वर ने नए नियम के यहूदा और इस्राएल होकर बनाया है. അങ്ങനെ യഹൂദ്യരും യെരുശലേമിലുമായിരിക്കുന്ന നമ്മുടെ മധ്യയാണ് ദൈവത്തിന്റെ കൂടാരം കാണപ്പെടുന്നത്. और ऐसे जो यहूदा और यरूशलेम जो हम कहलाए जाते हैं, उनके मध्य में
परमेश्वर अपना डेरा डालता है। അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. उसका वास स्थान जो है वो सियोन में करके हम पढ़ते हैं। ദൈവം സിയോനെയും യെരുശലേമിനെയും തിരഞ്ഞെടുത്തു എന്ന് നാം തിരുവനന്തപുരം മനസ്സിലാക്കുവാൻ കഴിയും. परमेश्वर के वचन से हम ये समझ सकते हैं उसने सियोन और यरूशलेम अपने लिए चुन लिया। യെരുശലേം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം, यरूशलेम का मतलब परमेश्वर के लोग, വിശ്വാസികളായ ദൈവത്തിന്റെ ജനം. विश्वासी जो परमेश्वर के लोग हैं। സിയോൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷകർ. और सियोन का मतलब परमेश्वर के सेवक लोग। ഇതാ ദൈവം സിയോനിൽ വസിച്ചും കൊണ്ട് യെരുശലേമിന്റെ കൂടെ വസിക്കുന്നു എന്ന് നാം കാണുകയാണ്. देखो परमेश्वर सियोन में वास करते हुए यरूशलेम के संग रहता है। ഇവിടെ സിയോൻ എന്ന് പറയുന്നതും യെരുശലേം എന്ന് പറയുന്നത് രണ്ടല്ല, അത് ഒന്നാണ്. यहाँ सियोन और यरूशलेम दो नहीं बल्कि एक है। എന്നാൽ പലർക്കും ചില ചിന്തയുണ്ട് യെരുശലേമും സിയോൻ എന്ന് പറഞ്ഞാൽ വളരെ അകലമാണ് എന്നാണ്. लेकिन कई लोग ये समझते हैं सियोन और यरूशलेम में बहुत सीमा की दूरी है। അതായത് 2000 മുഴം അകലം പുരോഹിതന്മാരിന് വേണമെന്ന് വായിക്കുന്നുകൊണ്ട് ചിലർ പറയുന്നത് സിയോനും യെരുശലേമും തമ്മിൽ വളരെ അകലമുണ്ട് എന്നാണ്. 2000 कदम परमेश्वर के उस मिलाप वाले तंबू में याजक लोगों से दूर लेने के मुताबिक लोग समझते हैं यरूशलेम और सियोन में काफी दूरी है। എന്നാൽ സിയോനും യെരുശലേമും തമ്മിൽ ഇണക്കിപ്പണിതിരിക്കുകയാണ്. लेकिन सियोन और यरूशलेम वो मिलकर बनाया हुआ है। നമ്മുടെ ദൈവം സിയോനെ യെരുശലേമിൽ കാണുന്നു, हमारा परमेश्वर सियोन यरूशलेम में देखता है। അതുപോലെ യെരുശലേമിനെ സിയോനിൽ കാണുന്നു. और इसी प्रकार यरूशलेम में सियोन को भी देखता है। സിയോനെ യെരുശലേമിൽ കാണുന്നു, सियोन में यरूशलेम को देखता है, യെരുശലേമിനെ സിയോനിൽ കാണുന്നു. और यरूशलेम को सियोन में देखता है। സിയോൻ ഇല്ലാതെ ദൈവത്തിന് യെരുശലേമില്ല, सियोन ना हो तो यरूशलेम नहीं है, യെരുശലേം ഇല്ലാതെ ദൈവത്തിന് സിയോൻ ഇല്ല. और यरूशलेम के बिना परमेश्वर का सियोन भी नहीं है। യശയാപ്രവചനം 10-ാം അധ്യായം ऐशिया की भविष्यवाणी 10वां अध्याय 32-ാം വാക്യം വായിക്കുമ്പോൾ 32वें आयत को जब हम पढ़ते हैं, യശയാ 10:32 आज ही के दिन वह नोक में टिकेगा, तब वह सिय्योन पहाड़ पर और यरूशलेम की पहाड़ियों पर हाथ उठाकर दमाएगा। ഇന്ന് അവർ നോബിൽ താമസിക്കും. യെരൂശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന് നേരെ അവർ കൈകുലുക്കുന്നു. യെരൂശലേം ഗിരിയായ സിയോൻ പർവ്വതം എന്ന് അവിടെ കാണുകയാണ്. यहाँ पढ़ते हैं सियोन पहाड़ पर और यरूशलेम की पहाड़ी पर, യെരൂശലേം ഗിരിയായ സിയോൻ പർവ്വതം. और सियोन पहाड़ पर और यरूशलेम की पहाड़ी पर। ഇവിടെ ഇതാ സിയോനെന്നും യെരൂശലേമിനെയും കർത്താവ് ഒന്നായി കാണുകയാണ്. यहाँ पर सियोन और यरूशलेम को परमेश्वर एक समान देखता है। യശയാപ്രവചനം 60-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ यशायाह की भविष्यवाणी 60वां अध्याय 14वें आयत में हम यूं पढ़ते हैं, അവിടെ നിന്നെ യഹോവയുടെ നഗരം എന്ന് പറയും എന്ന് യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. तेरा नाम यहोवा का नगर इस्राएल के पवित्र का सियोन रखेगा करके बताया गया है। പിന്നെയോ പരിശുദ്ധന്റെ സിയോൻ എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. ये यहोवा का पवित्र सियोन करके बताया गया है। പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് നാം അവിടെ കാണുന്നത് നഗരം, നിന്നെ നഗരം എന്ന് പറയും. पहली बात प्यारों हम देखते हैं तेरा नगर करके यहाँ बताया गया है। രണ്ടാമതായിട്ട് പരിശുദ്ധന്റെ പർവ്വതം എന്ന് പറയും. और दूसरा पवित्र पहाड़ करके बताया गया है। നഗരം എന്ന് പറയുന്നതും പർവ്വതം എന്ന് പറയുന്നതും നമ്മെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. और नगर और पहाड़ हमें हमारे बारे में बताया गया है। ഇതെല്ലാം ആത്മീകമായ ചില സത്യങ്ങളെ ഉൾക്കൊള്ളിച്ചും കൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. कुछ आत्मिक सच्चाइयों को रखते हुए परमेश्वर ये बताया है। ദൈവത്തിന്റെ വചനം ആത്മീകമായി വിവേചിക്കാൻ കഴിയാത്തവർക്ക് ഭോഷത്വമായി തോന്നും. जो लोग आत्मिक परमेश्वर के वचन को आत्मिक तौर से नहीं लेते उनके लिए ये जो है ये बिल्कुल पागलपन है। എന്നാൽ ദൈവത്തിന്റെ വചനം ആത്മീകമായി വീക്ഷിക്കുമ്പോൾ, ആത്മാവിൽ അറിയുമ്പോൾ അതവർക്ക് ആശ്ചര്യമായി അത്ഭുതമായി തോന്നുകയാണ്. लेकिन आत्मिक तौर से परमेश्वर के वचन जो समझते हैं उनके लिए ये अद्भुत और अनोखा बात है। ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. एक व्यक्ति को परमेश्वर अपनी गहराइयों में ले जाना चाहता है। ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर के भेदों की गहराइयों में वो ले जाना चाहता है। ഇങ്ങനെ ആത്മാവിനാൽ ദൈവത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുന്നവർ അവർ ദൈവത്തിൽ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരിക്കും.
इस प्रकार आत्मिक रूप से परमेश्वर की बातों को जो समझते हैं हमेशा वे लोग आनंदित रहेंगे, അവർ ദൈവത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുന്നതിനാൽ, क्योंकि वे लोग परमेश्वर की भेद की बातों को समझते हैं, ദൈവത്തിന്റെ അതിശയമായ പ്രവൃത്തികളെയും അവർ ഗ്രഹിക്കുകയാണ്. परमेश्वर की अद्भुत बातों को भी वे समझ पाते हैं. അങ്ങനെ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ അവർക്ക് മർമ്മങ്ങൾ വെളിവായി വരുന്നു. इस प्रकार परमेश्वर की प्रकाशन के द्वारा परमेश्वर की भेद को वे समझ पाते हैं. പ്രിയമുള്ളവരെ, പ്രസംഗിക്കുന്നവർ ധാരാളം പേരുണ്ട്. प्यारे लोगों, प्रचार करने वाले कई लोग हैं പ്രസിദ്ധരായ പ്രാസംഗികന്മാർ പുറത്തുണ്ട്. और बहुत प्रसिद्ध प्रचारक लोग काफी हैं. എന്നാൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പാടിനാൽ ഗ്രഹിക്കുന്ന വിശുദ്ധന്മാർ ഇവിടെയാണുള്ളത് നാം അറിഞ്ഞുകൊള്ളണം. और परमेश्वर की प्रकाशन के द्वारा जो भेद की बातों को समझाने वाले पवित्र लोग यही हैं करके आप समझ ले. മറ്റുള്ളവർ ബൈബിൾ കോളേജുകളിൽ പോയി പഠിച്ചിട്ട് ആ പാണ്ഡിത്യത്തിൽ പ്രസംഗിക്കുമ്പോൾ, जब दूसरे लोग बाइबल कॉलेज में जाकर उसमें से जो समझ मिलता है उससे जब प्रचार करते हैं, എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദാസന്മാരോ, लेकिन यहाँ परमेश्वर के जो दास हैं അവർ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുന്നു. परमेश्वर के पांव की चौकी में बैठकर परमेश्वर की उन भेद की बातों को वे लोग समझते हैं. അതെ, വിശുദ്ധന്മാരെ കുറിച്ച് എന്ത് പറയുന്നു? पवित्र लोगों के बारे में क्या बताया गया है? അവർ ദൈവത്തിന്റെ തൃക്കൈയിൽ ഇരിക്കുന്നു. वे परमेश्वर की हथेली में रहते हैं, അതെ, അവർ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. वे परमेश्वर के हाथ में रहते हैं അതുപോലെ തന്നെ തൃക്കാൽക്കലിരുന്ന് വചനങ്ങൾ പ്രാപിക്കുന്നു. और उसके हथेली में बैठकर परमेश्वर के वचनों को वे लोग पाते हैं. അതെ, അവനോടുകൂടി ഇരിപ്പാനും പ്രസംഗിപ്പാനുമായി അവൻ പന്തിന് വരെ തിരഞ്ഞെടുത്തു എന്ന് നാം പിന്നീട് വായിക്കുന്നു. और हम पढ़ते हैं कि उसके साथ रहने के लिए, उसकी बातों को समझाने के लिए उसने अपने लोगों को चुन लिया. അങ്ങനെ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ തക്കവണ്ണം വിശുദ്ധന്മാർ നൽകിയതിനാൽ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. परमेश्वर ने इस प्रकार परमेश्वर की पांव की चौकी में रहते हुए परमेश्वर की गहराई सच्चाइयों को हम तक पहुंचाने के लिए पवित्र लोगों की संगति में दिया. इसलिए हाथ उठाकर मिलकर हम तारीफ करें. സ്തോത്രം, 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 സ്തോത്രം. യെശയ്യാപ്രവചനം 30-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, यशायाह की भविष्यवाणी 30वां अध्याय 19वें आयत में जब हम पढ़ते हैं, യെരൂശലേമിലെ സിയോൻ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. മതി. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ये सियोन के लोगों, तुम यरूशलेम में जो बसे रहो. അവിടെ യെരൂശലേമ്യരായ സിയോൻ നിവാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. यहाँ पर सियोन के लोगों जो तुम यरूशलेम में बसे हैं करके बताया गया है. ഈ വായിച്ച വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിയോന് യെരൂശലേം രണ്ടല്ല, ഒന്നിച്ച് ദൈവം ചേർത്തിരിക്കുകയാണ്. इस वचन के द्वारा आप इस बात को समझ सकते हैं, सियोन और यरूशलेम दो नहीं, लेकिन परमेश्वर एक होकर उसे बनाया है. എന്നാൽ ഇവരിൽ രണ്ട് അനുഭവങ്ങൾ കാണപ്പെടുകയാണ്. लेकिन इनमें दो अनुभवों को हम देख सकते हैं. അവിടെ സ്ഥാനങ്ങളും രണ്ടാണ്. वहां पे स्थान भी दो है. ഈ ഡൽഹി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ്. और इस दिल्ली का मतलब जो है भारत का ये जो कैपिटल है, राजधानी है. ഈ ഡൽഹിയിലേക്ക് വരാൻ, ഡൽഹി കാണാൻ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ കേരളത്തിലാണ്, ഞാൻ ഡൽഹി കാണാൻ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. और दिल्ली में आने के लिए, दिल्ली देखने के लिए मेरे मन में बहुत इच्छा थी, क्योंकि मैं केरल में था. കാരണം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ്. क्योंकि भारत का ये राजधानी है. ഇവിടെയുള്ള പാർലമെന്റ് കാണാൻ താല്പര്യമുണ്ടായിരുന്നു. पार्लियामेंट देखने का मुझे मन था, പക്ഷേ കാണാൻ പറ്റിയില്ല. അതിലേക്ക് അവിടെ കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു. और वहां पर ऐसे ही नहीं जा सकते हैं, वहां पे जाने के लिए कई नियम कानून है. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് യെരൂശലേമും സിയോനും എന്ന് പറയുന്നത്. प्यारों, इसी प्रकार है यरूशलेम और सियोन. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. യെരൂശലേമിൽ തന്നെയാണ് സിയോൻ ഇരിക്കുന്നത്. यरूशलेम में ही है सियोन, യെരൂശലേമിന്റെ തലസ്ഥാന നഗരമാണ് സിയോൻ. और यरूशलेम का राजधानी है सियोन. ഇവിടെ ഡൽഹിയിൽ നിന്ന് ഭരണം നടക്കുന്നത് പോലെ और दिल्ली से जिस प्रकार सरकार चलाया जाता है, സിയോനിൽ നിന്ന് ഭരണം നടക്കുകയാണ്. और सियोन जो है वही राज्य करता है. ഇപ്പോഴും അതേ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. और इस समय भी वो राज्य कर रहा है, നിത്യതയിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ്. और नित्यता में भी ऐसे ही होगा. എന്നാൽ യെരൂശലേം ഇല്ലാതെ ദൈവത്തിന് സിയോൻ ഇല്ല. लेकिन अगर यरूशलेम के बिना परमेश्वर के लिए सियोन नहीं है. ഇവിടെ ഈ പാർലമെന്റ് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? यहाँ पर पार्लियामेंट सांसद क्यों बनाया गया है? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. भारत के लोगों के लिए है.
ഈ ജനമില്ലെങ്കിൽ ഇവിടെ പാർലമെന്റ് ഇല്ല. अगर यहाँ लोग न हो तो सांसद की आवश्यकता नहीं. ആയതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ദൈവത്തിന് വിലയുള്ളത് യെരുശലേമിനോടാണ്. इसलिए एक बात को समझ ले, सबसे ज्यादा मूल्य रखने परमेश्वर किन पे मूल्य लगता है वो यरूशलेम पर है. ഇപ്പോൾ ദൈവം സുവിശേഷ വേലക്കാരെക്കാളും അധികം സ്നേഹിക്കുന്നത് വിശ്വാസികളെയാണ്. और इस समय जो है परमेश्वर के सेवकों से बढ़कर परमेश्वर अपने लोगों से, विश्वासी लोगों से प्रेम करता है. സുവിശേഷ വേലക്കാർക്കായി കരുതുന്നതിനേക്കാളും അധികമായി കരുതുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. और परमेश्वर के सेवकों से बढ़कर परमेश्वर अपने विश्वासियों के लिए वो सुधि रखता है. ഈ സത്യം ഉൾക്കൊണ്ടും കൊണ്ട് സുവിശേഷ വേലക്കാർ എത്രമാത്രം ദൈവത്തോടും ജനത്തോടും വിശ്വസ്തരായിരിക്കുന്നുവോ, और इस सच्चाई को जिन परमेश्वर के सेवकों ने ग्रहण किया है, जितना परमेश्वर से विश्वासियों के रहते हैं, അതിനൊത്തവണ്ണം നിത്യതയിൽ അവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കും. और उतना ही ज्यादा जो है नित्यता में उतना ऊंचा जगह उन्हें मिलता है. ഇപ്പോൾ സുവിശേഷ വേലക്കാർക്ക് ഈ ഭൂമിയിൽ വിശ്വാസികളെക്കാളും ഉയർന്ന സ്ഥാനം ദൈവം കൊടുത്തിട്ടില്ല. और जो है परमेश्वर इस संसार में वह परमेश्वर के सेवकों को विश्वासियों से बढ़कर स्थान दिया है. ഈ വിശ്വാസികൾക്ക് ദാസന്മാരാക്കി മാറ്റിയിരിക്കുകയാണ്. और विश्वासियों के लिए दास होकर रखा है. അതുകൊണ്ടാണ് ദാസൻ 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 എന്നാണ് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. इसलिए सेवक 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 करके कई जगह हम पढ़ते हैं. കർത്താവിന്റെ ദാസൻ, परमेश्वर का सेवक, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാർ, हमारे परमेश्वर के सेवक लोग. അതെ, ഈ ദാസന്മാർ അവന്റെ മുഖം കാണും. और वो दास जो है उसके चेहरे को देखेंगे. എന്നാൽ ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മരിക്കുന്നത് വരെയും അവർ ദാസന്മാർ തന്നെ ആയിരിക്കണം. और इस पृथ्वी में जीते वक्त जब तक वे लोग मौत का सामना नहीं करते, वे लोग सेवक रहेंगे. അതിനെക്ക് തെളിയിക്കുവാൻ അനേക വാക്യങ്ങളുണ്ട്, പക്ഷേ ഇപ്പോൾ പറയാൻ സമയം പോരാ. उसको साबित करने के लिए कई वचन हैं, लेकिन अभी समय नहीं है. അതെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെക്കാൾ ദൈവത്തിന് മുമ്പാകെ വിലയേറിയവരാണ്. प्यारे लोगों, हमसे बढ़कर आप परमेश्वर के सम्मुख में बहुमूल्य है. ഞങ്ങളത് അപ്രകാരം ഉൾക്കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. और हम भी इस बात को ऐसा समझना अनिवार्य है. അതാണ് ഈ പത്രോസ് ചോദിച്ചത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? और इसलिए पत्रस पूछता है, तू इनसे बढ़कर मुझसे प्रेम करता है? അപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല. तब ऐसा नहीं बोला गया. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേലക്കാരെ എല്ലാം നീ സേവിച്ചോ എന്ന് പറഞ്ഞില്ല. और ऐसा है तो सारे सुसमाज सेवकों को की सेवा कर करके नहीं बोला. കുഞ്ഞാടുകളെ മേയ്ക്കാം, और मेमने को चरा, ആടുകളെ പാലിക്കാം, और भेड़ को चरा. ആടുകളെ മേയ്ക്കാം. वो भेड़ों को चरा करके बताता है. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. अच्छा चरवाहा अपने भेड़ों के लिए अपना जान दे देता है. എന്നാൽ ഒരു കാര്യം പത്രോസ് എന്ന് പറഞ്ഞു, लेकिन एक बात पत्रस से कहा, നീ ഒരു സമയം മടങ്ങി വന്നതിന് ശേഷം तू वापस लौटने के पश्चात നീ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളണം. तू अपने भाइयों को बलवंत करना. നീ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളണം. तो अपने भाइयों को स्थिर करना. അവർ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയല്ല, वो भागने के लिए नहीं, അവർ എപ്രകാരമായിരിക്കണമോ അപ്രകാരമായിരിക്കാൻ വേണ്ടിയാണ്. वो जैसे रहना है वैसे रहने के लिए. ആ രഹസ്യം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. उस भेद को परमेश्वर ने हमें प्रकट किया, इसलिए मिलकर तारीफ करे. സ്വതന്ത്രം 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 133 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ 133 भजन का पहले आयत में हम यूं पढ़ते हैं, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. देख भाइयों का आपस में रहना कितना मनोहर बात है. എബ്രായ ഭാഷയിൽ മൂലഭാഷയിൽ പറഞ്ഞിരുന്ന ഇപ്രകാരമാണ്. इब्रानी या मूल भाषा में इस प्रकार इब्री भाषा में यूं बताया गया है, ഇതാ സഹോദരന്മാരും സഹോദരിമാരും ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. देख यह क्या ही भली और मनोहर है कि भाई और बहन आपस में मिले रहते हैं. ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം. देख मनुष्यों के बीच में परमेश्वर का डेरा. ഈ കൂടാരത്തിൽ ആരാണുള്ളത്? इस डेरे में कौन रहता है? ഈ കൂടാരത്തിൽ ആര് വസിക്കുന്നു? इस डेरे में कौन रहता है? ഒരു കൂട്ടർ വസിക്കുകയാണ്. एक झुंड लोग रहते हैं. അവർ എങ്ങനെ ജീവിക്കുന്നു? वे लोग कैसे जीते हैं? ശുഭവും മനോഹരവുമായി ജീവിക്കുന്നു. वे लोग शुभ और मनोहर रूप से जीते हैं, भली मनोहर से जीते हैं. അവരുടെ ജീവിതം കണ്ടാൽ അത്ഭുതപ്പെടുകയാണ് മറ്റുള്ളവർ. उनके जीवन को देखते हुए बाकी लोग अचंभित हो जाते हैं. പ്രിയമുള്ളവരെ, ഇത് ശ്രേഷ്ഠമായ ഒരു കുടുംബമാണ്. प्यारे लोगों, ये एक श्रेष्ठ परिवार है. ഇതൊരു വലിയ കുടുംബമാണ്. ये एक बड़ी परिवार है. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ച കുടുംബം.
और ये परिवार परमेश्वर ने स्थापित किया हुआ परिवार है। ഇത് അക്ഷരികമായ കുടുംബമല്ല, ये एक अक्षरिक परिवार नहीं है, ഇത് ആത്മീയമായ കുടുംബമാണ്. एक आत्मिक परिवार है। ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർ इस परिवार में जो जीवन व्यतीत करते हैं, അക്ഷരികമായ കുടുംബത്തിന് വേണ്ടി കരുതുന്നവരല്ല. ये अक्षरिक परिवार के लिए वे लोग केवल मेहनत नहीं करते। അങ്ങനെ കരുതിയാലും अब वैसे अगर वे लोग बांटते हैं, അതിനുപരിയായി उससे बढ़कर ഈ സ്വർഗീയ കുടുംബത്തിന് വേണ്ടി കരുതുന്നവരാണ്. वे स्वर्गीय परिवार की देखभाल करने वाले हैं। ഈ കൂടാരത്തിൽ പാർക്കുന്നവർ इस डेरे में रहने वाले ഈ ദൈവത്തിന്റെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, ഈ ദൈവത്തിന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. इस परमेश्वर के परिवार में आनंद आने के लिए और जो है वे लोग परिश्रम भी करते हैं। ഈ കൂടാരത്തിൽ പാർക്കുന്നവർക്ക് इस डेरे में रहने वाले ദൈവമെന്ന പിതാവെന്ന ചിന്തയും और पिता जो परमेश्वर पिता है करके एक चिंता रहता है। ഈ പിതാവിന്റെ മക്കൾ എന്ന ജനത്തെ കുറിച്ച് ചിന്തയുമാണ് അവരിൽ എപ്പോഴും ഉള്ളത്. और ये पिता के संतान हैं, ये समझ को वे रखते हैं। അതാണ് ഈ വലിയ കുടുംബത്തിലുള്ളവരുടെ ചിന്ത. इस बड़े परिवार की समझ ये है। ഈ പിതാവ് എപ്രകാരം എന്താഗ്രഹിക്കുന്നുവോ ये पिता क्या चाहता है, അത് അപ്രകാരം ചെയ്യുവാൻ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. और इस परिवार के लोग वो बात जो पिता चाहता है करने के लिए जो कर्जदार हैं। പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പൂർവ്വവിശുദ്ധന്മാർ കർത്താവിന്റെ വേല ചെയ്ത് തികച്ചത്. ये इस बात को समझते हुए हमारे जो है पूर्वज संत लोग जो है अपनी दौड़ को दौड़कर खत्म किया। അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ प्रेरित पौलुस इफिसियों की पत्री में इस प्रकार लिखता है, അവിടെ ഒരു രഹസ്യം താൻ വെളിപ്പെടുത്തുകയാണ്. वहां पर एक भेद की बात को प्रकट करता है, അവിടെ ഈ സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. इस सच्चाई को वो वहां प्रकट करता है। 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ तीसरा अध्याय 14वें आयत में हम यूं पढ़ते हैं, വായിക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. मैं इसी कारण उस पिता के सामने घुटने टेकता हूँ जिससे स्वर्ग और पृथ्वी पर हर एक घराने का नाम रखा जाता है। ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, यहाँ प्रेरित पौलुस यूं कहता है, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, मैं घुटने टेक कर प्रार्थना करता हूँ, ഞാൻ മുട്ടുകുത്തുന്നു, मैं घुटने टेकता हूँ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. मैं अपने आप को नम्र करता हूँ। എവിടെയാണ് ഞാൻ താഴ്ത്തുന്നത്? मैं कहाँ नम्र करता हूँ? ഓ, സ്വർഗത്തിലുള്ള പിതാവിന്റെ മുമ്പിലാണ് ഞാൻ മുട്ടുകുത്തുന്നത്. स्वर्गीय पिता के सामने अपने घुटने को टेकता हूँ। എന്തുകൊണ്ട് ഈ പിതാവിന് മുമ്പിൽ മുട്ടുകുത്തുന്നു? क्यों इस पिता के सामने वो घुटने टेकता है? ഈ പിതാവ് മുഖാന്തരമായിട്ട് इस पिता के द्वारा സ്വർഗത്തിലും ഭൂമിയിലും കുടുംബങ്ങൾ ദൈവം തന്നു. स्वर्ग और पृथ्वी में परमेश्वर ने परिवारों को दिया। ആണ് സ്വർഗത്തിലും ഭൂമിയിലും പേര് പറവാൻ സകല കുടുംബങ്ങൾക്കും പേര് പറവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. इसीलिए स्वर्ग और पृथ्वी पर हर एक घराने का नाम रखा जाता है। इस कारण जो है पिता के सामने घुटने टेकता है। അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, उससे एक बात को हमने समझ पाया, ഈ ഭൂമിയിൽ ഒരു കുടുംബമുണ്ട്, इस पृथ्वी पर एक परिवार है, സ്വർഗത്തിലും കുടുംബമുണ്ട്. स्वर्ग में भी एक परिवार है। അങ്ങനെ കുടുംബങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. ऐसे परिवार परमेश्वर ने हमें दिया है। പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൽ ആയിത്തീരുന്നവർ प्यारो, इस परिवार में जो रहते हैं ആ ദൈവത്തിന്റെ കൂടാരത്തിൽ കാണപ്പെടുന്നവരാണ്. वो परमेश्वर के डेरे में दिखाई देते हैं। ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. देख, परमेश्वर का डेरा मनुष्यों के मध्य में। ഇതാ ദൈവം അവർക്ക് ദൈവമായിരിക്കുന്നു. देख, परमेश्वर उनके लिए अपना परमेश्वर होकर रहता है അവർ അവരുടെ ജനമായിരിക്കുന്നു. और वे उनके लोग होकर रहते हैं। ഈ വലിയ കുടുംബത്തിൽ കർത്താവ് നമ്മെ കൊണ്ടുവന്നാൽ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. इस महान परिवार में परमेश्वर ने हमें भी ले आया, इसलिए मिलकर तारीफ करें। സ്തോത്രം 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 സ്തോത്രം. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കാം. इफिसियों की पत्री 2 अध्याय उसका 19वां आयत। ആകയാൽ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. इसीलिए तुम अब विदेशी और मुसाफिर नहीं रहे, परंतु पवित्र लोगों के संगी स्वदेशी और परमेश्वर के घराने के हो गए। ഇനി നാം അന്യരും പരദേശികളുമല്ല. अब हम विदेशी और मुसाफिर नहीं रहे। ഇനി നാം അന്യരല്ല,
अब हम विदेशी नहीं रहे, നാം ദൈവത്തിന്റെ ജനമായി ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. हम परमेश्वर के लोग होकर परमेश्वर के संतान होकर चुने गए हैं. പിന്നെയോ നാം വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി തീർന്നിരിക്കുകയാണ്. परंतु पवित्र लोगों के संगी स्वदेशी बन गए हैं പിന്നെയോ ദൈവത്തിന്റെ ഭവനക്കാരായിരിക്കുന്നു. और परमेश्वर के घराने के हो गए हैं. നാം ദൈവത്തിന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നു. हम परमेश्वर के परिवार में आए हैं. പ്രിയമുള്ളവരെ, ഇനി നാം അന്യരല്ല. अब प्यारो हम पर विदेशी नहीं, പരദേശിയായി നടക്കേണ്ട ആവശ്യമില്ല. मुसाफिर होकर चलने की आवश्यकता नहीं. ഈ കുടുംബത്തിൽ വന്ന ഒരു വ്യക്തിയെ പരദേശിയായിട്ട് ദൈവം കാണുകയില്ല. इस परिवार में आए हुए किसी को भी परमेश्वर एक विदेशी अन्य या मुसाफिर होकर नहीं देखता. അവർ ദൈവത്തിന്റെ ഭവനക്കാരായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. वे परमेश्वर के घराने होकर बदल गए हैं. അവർ ദൈവത്തിന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നു. वे परमेश्वर के घराने में आए हैं. പ്രിയമുള്ളവരെ, കുടുംബം എന്ന് പറയുമ്പോൾ प्यारो, घराने का जो मतलब है, ആ കുടുംബത്തിൽ ഒരു പിതാവുണ്ട്, उस घराने में एक पिता है, ആ കുടുംബത്തിൽ ഒരു മാതാവുണ്ട്, उस घराने में एक माता है, അവിടെ മക്കൾ ആയ സഹോദരി സഹോദരന്മാരുണ്ട്. वहां पर भाई बहन के रूप में बच्चे हैं, അവരുടെ ജീവിതം വളരെ സന്തോഷമായ ജീവിതമാണ്. और उनका जीवन बड़ा खुशी के साथ आनंद के साथ रहता है. ഈ അപ്പനും അമ്മയും മക്കൾക്കായി ജീവിക്കുന്നു. ये पिता और जो माता है बच्चों के लिए जीवन व्यतीत करते हैं, മക്കൾ തങ്ങൾ സഹോദരങ്ങൾക്കായും മാതാപിതാക്കൾക്കായും ജീവിക്കുന്നു. और बच्चे आपस में अपने भाई बहन के लिए और पिता माता पिता के लिए जीवन व्यतीत करते हैं. അവരെന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. अगर वे लोग कुछ चाहते हैं तो दूसरों के लिए चाहते हैं. അത് അവരെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മറ്റവർക്ക് വേണ്ടി, തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു. और वे लोग अगर कुछ करते हैं तो दूसरों के लिए, अपने घराने वालों के लिए करते हैं. അതെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവിക്കുന്ന ഈ കുടുംബത്തിൽ यहाँ प्यारो इस प्रकार जीवन व्यतीत करने वाले परिवार में അവിടെ ഒരു കാര്യം ഇല്ല. वहाँ पर एक बात नहीं है. അവിടെ എന്താണ് ഇല്ലാത്തത്? वहाँ पे क्या नहीं है? അപ്പൻ ഉള്ള വീട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളുമായി ജീവിക്കുന്ന ജീവിതത്തിൽ माता पिता और भाई बहन या बच्चों के रूप में जो परिवार जीवन व्यतीत करती है, ആ വീട്ടിൽ उस परिवार में അവിടെ ഒന്നില്ല. वहाँ पर एक नहीं है. എന്താന്ന് പറയാമോ? क्या है, क्या बता सकते हैं? അവിടെ പാപമില്ല. वहाँ पर पाप नहीं है. അവർ പാപം ചിന്തിക്കുന്നില്ല. वे पाप के बारे में नहीं सोचते. അവരിൽ മോഹമില്ല. उनके अंदर अभिलाषा नहीं है. അവിടെ വീട്ടുകാരെ കാണുമ്പോൾ അവർക്ക് മോഹം ഉണ്ടാകാറില്ല. परिवार वालों को देखते हुए अभिलाषा नहीं होती. ആ വീട്ടുകാർ പാപം ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയില്ല. उस घर में पाप करना वे नहीं അത് चाहते. ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റില്ല. वे सोच भी नहीं सकते. പ്രിയമുള്ളവരെ, प्यारे लोगों, ഇതാ ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. देखो परमेश्वर ने अपने परिवार में, अपने घराने में हमें ले आया है. ഇവിടെ നമുക്ക് പിതാക്കന്മാരുണ്ട്, यहाँ पर हमें पिता हैं, ഇവിടെ മാതാക്കളുണ്ട്, हमें यहाँ माताएं हैं, ഇവിടെ സഹോദരി സഹോദരന്മാരുണ്ട്. यहाँ पर हमें भाइयां और बहन भी हैं. പ്രിയമുള്ളവരെ, ആത്മീയമായിട്ടും ഈ അനുഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിച്ച് ഗ്രഹിപ്പാൻ കഴിയും. आत्मिक तौर से भी ऐसे अनुभव है करके परमेश्वर के वचन के आधार पर हम पढ़ सकते हैं. നമ്മുടെ ദൈവമോ हमारा परमेश्वर പിതാക്കന്മാരെ സൃഷ്ടിക്കുകയാണ്. पिताओं को सृष्टि करता है, മാതാക്കളെ ദൈവം സൃഷ്ടിക്കുന്നു. माताओं की सृष्टि करता है. അതുപോലെ സഹോദരനെയും സഹോദരിയെയും ദൈവം സൃഷ്ടിക്കുന്നു. इसी प्रकार भाई और बहन को भी सृष्टि करता है. അങ്ങനെ ബന്ധം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. इस प्रकार का संबंध परमेश्वर ने हमें दिया है. അതെ, നമ്മുടെ സഭയിൽ പിതാക്കന്മാരുണ്ട്, हमारे कलीसिया में पिता हैं, നമ്മുടെ സഭയിൽ അമ്മമാരുണ്ട്, हमारे कलीसिया में माताएं हैं, നമ്മുടെ സഭയിൽ സഹോദരന്മാരുണ്ട്, हमारे कलीसिया में भाई हैं, നമ്മുടെ സഭയിൽ സഹോദരിമാരുണ്ട്. हमारे कलीसिया में बहन लोग हैं. ഇവരെല്ലാം ചേർന്ന് കുടുംബമായി ജീവിക്കുന്നു. सब मिलकर एक परिवार के रूप में जीवन व्यतीत करते हैं. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു. एक भाई लोग आपस में रहना कितना अनोखा बात है. അതെ, മൂലഭാഷയിൽ मूल भाषा में ഇതാ സഹോദരന്മാരും സഹോദരിമാരും ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു. ये क्या ही भली और मनोहर बात है कि भाई बहन आपस में मिलकर रहते हैं. അതിന്റെ അവസാനം പറയുന്നത് എന്താണ്? कि आखिरी में क्या बताया गया है? അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. उसकी आखिरी आयत में बताया है यहोवा ने वही सदा के जीवन की आशीष ठहराई है. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. यहोवा ने वही सदा के जीवन की आशीष
ठहराई है। എന്തെല്ലാം അനുഗ്രഹമുണ്ടോ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അനുഗ്രഹങ്ങളും അവർ അനുഭവിക്കുകയാണ്. जो कुछ आशीषें स्वर्ग और पृथ्वी में हैं वे अनुभव करते हैं। അത് മാത്രമല്ല ശാശ്വതമായ ജീവൻ, और केवल इतना ही नहीं, सदा का जीवन, നിത്യജീവൻ. नित्य जीवन। അതെ, ദാവീദ് കണ്ടതായ ആ ദർശനം എന്താണ്? दावीद ने क्या दर्शन देखा? ഇതാ അവനിതാ ദൂരെ ഒരു കാഴ്ച കാണുകയാണ്. देखो वो एक दूर में दर्शन देखता है। സഹോദരന്മാരും സഹോദരിമാരും ഒത്തൊരുമിച്ച് വസിക്കുന്നു. भाई बहन आपस में मिलजुल कर रहते हैं। അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞിട്ട് उसकी श्रेष्ठता के बारे में बताते हुए, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. देखो वही यहोवा सदा के जीवन और आशीष ठहराई है। പ്രിയമുള്ളവരെ, ദാവീദിന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. दावीद अपने जीवन में इस बात को अनुभव न कर सका। തന്റെ മക്കൾ അങ്ങനെ ജീവിച്ചില്ല. उसके बच्चे ऐसे जीवन व्यतीत नहीं कर सके। താനും തന്റെ മക്കളും അങ്ങനെ ജീവിച്ച സന്തോഷം അനുഭവിപ്പാൻ ദാവീദിന് കഴിഞ്ഞില്ല. वे दावीद और उसके बच्चों इस प्रकार जीवन व्यतीत करते हुए वह आनंद नहीं मना सके। എന്നാൽ ദാവീദിന് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നതിനാൽ, लेकिन परमेश्वर का आत्मा दावीद के अंदर था, इसलिए ദാവീദ് ദർശനത്തിൽ കാണുവാനിടയായി തീർന്നു. दावीद इस बात को दर्शन में देखता है। പ്രിയമുള്ളവരെ, അത് നമ്മിൽ ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നു. और प्यारो, आज हम में ये बात स्थापित हुआ है। അത് പിതാവായ ദൈവം ഈ കുടുംബത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. पिता ने इस परिवार को सृष्टि किया है। അതെ, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിനാൽ ഒന്നായി തീർന്നവർ ജീവിക്കുന്നു. परमेश्वर की आत्मा को पाए हुए आत्मा में एक होकर जीवन व्यतीत करते हैं। നാം സാധാരണ മനുഷ്യരല്ല, हम साधारण लोग नहीं हैं। നാം സാധാരണ ജഡികരായ മനുഷ്യരല്ല, हम साधारण सांसारिक लोग नहीं हैं, പിന്നെയോ നാം പുതിയ സൃഷ്ടിയായ മനുഷ്യരാണ്. लेकिन हम नई सृष्टि हैं। കർത്താവായ യേശു പറഞ്ഞു, प्रभु यीशु मसीह ने कहा, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, सांसारिक तौर से जन्म लिया हुआ वो शारीरिक है, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. आत्मा से जिसने जन्म लिया वो आत्मिक है। നിക്കോദിമോസിന് കർത്താവായ യേശു പറഞ്ഞു, निकोदिमस से प्रभु यीशु मसीह कहता നീ है, പുതുതായി ജനിക്കണം. मुझे नया जन्म लेना होगा। പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. अगर तू नया जन्म न ले, परमेश्वर के राज में प्रवेश नहीं कर सकता। അവന് സംശയമുണ്ടായി. उसको शक हुआ, നാം വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? जब मैं बूढ़ा हो गया क्या माँ के कोख में जाके दोबारा जन्म ले सकता हूँ? ഓ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് കടപ്പാൻ സാധ്യമല്ല. तू जल से आत्मा से जन्म न ले तो तू प्रवेश नहीं कर सकता। യേശു പറഞ്ഞു, ജഡത്താൽ ജനിച്ച ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. यीशु मसीह ने कहा, जो शरीर से उत्पन्न हुआ जन्म लिया वो शारीरिक, और आत्मा में जो जन्म आत्मिक है। എന്നിട്ട് യേശു പറഞ്ഞു, और उसके पश्चात यीशु मसीह कहता है, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നു. और हवा जहां मन है वहां चलता है और उसकी आवाज सुनाई देती है। കാറ്റ് ഊതിക്കൊണ്ടിരിക്കുകയാണ്, ശബ്ദം മാത്രം കേൾക്കുന്നു. और हवा चलती है, शब्द केवल सुनाई देता है। എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നു അറിയുന്നില്ല. वो कहां से आता है, कहां की ओर जाता है, नहीं मालूम। ആത്മാവിനാൽ ജനിച്ചവൻ അതുപോലെയാകുന്നു. आत्मा से जो जन्म लेता है वो वैसे ही है। പ്രിയമുള്ളവരെ, നമ്മുടെ ബന്ധം ശബ്ദത്തിന്റെ ബന്ധമാണ്. प्यारो, हमारा जो संबंध है वो शब्द का या आवाज का संबंध है। ജലപ്രകാരം ആരെയും അറിയാത്ത ബന്ധമാണ്. शरीर रूप में किसी को नहीं जानते, इस प्रकार का संबंध है। ഒരു വ്യക്തിയെ അറിയുന്നു എങ്കിൽ ജഡപ്രകാരമല്ല അറിയുന്നത്, एक व्यक्ति को अगर जाना जाता है शरीर रूप से नहीं, ആത്മാവിൽ അറിയുകയാണ്. आत्मा में हम उसे समझते हैं। ആത്മാവിന്റെ ബന്ധമാണ് നമ്മുടെ ബന്ധം. आत्मा का संबंध इस प्रकार का संबंध है। അതേ പ്രിയമുള്ളവരെ, ഈ വലിയ കുടുംബത്തിലുള്ളവർ हाँ, इसलिए इस परिवार में जो हैं ജഡത്തിൽ ജീവിക്കുന്നവരല്ല, वो शारीरिक रूप से जीवन व्यतीत नहीं करते, ആത്മാവിൽ ജീവിക്കുന്നവരാണ്. वे आत्मिक रूप से जीवन व्यतीत करते हैं। അവർ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. वे आत्मिक रूप से जीवन व्यतीत करते हैं। അവർക്ക് ജഡികമായ ചിന്താഗതികളില്ല, वे लोगों को शारीरिक सोच विचार नहीं है, ജഡത്തിന്റെ മോഹം അവർക്കില്ല. और शारीरिक अभिलाषा भी नहीं है। ജഡത്തിന്റെ മോഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ अगर शारीरिक अभिलाषा रखने वाले कोई भी यहाँ हो അവർ ഈ ദൈവത്തിന്റെ കുടുംബത്തിലുള്ളവരല്ല.
ये परमेश्वर के परिवार के जन नहीं हैं। ദൈവത്തിന്റെ കൂടാരത്തിൽ അവരില്ല. वे परमेश्वर के डेरे में नहीं दिखाई देते। ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ ആത്മാവിനാൽ ഉണ്ടാകുന്ന ബന്ധമാണ്. और परमेश्वर का डेरा का मतलब आत्मा के द्वारा वो बनाया गया है। പ്രിയമുള്ളവരെ, ഈ ആത്മീയ കുടുംബത്തിൽ इसलिए प्यारो, इस आत्मिक परिवार में ഞാൻ പറഞ്ഞല്ലോ ഒരു പിതാവ് എന്നുള്ള ബന്ധമുണ്ട്. मैंने जैसे कहा एक पिता का संबंध है। ആ പിതാവ് എന്നത് ദൈവം പുതിയ നിയമകാലത്തല്ല പഴയ നിയമകാലത്തെ പിതാക്കന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. और नए नियम के नहीं, लेकिन पुराने नियम के पिताओं को परमेश्वर पिताओं को देखता है। യെശയ്യാപ്രവചനം 22-ാം അധ്യായം ईशा की भविष्यवाणी 22वां अध्याय അതിന് 21-ാം വാക്യം വായിക്കുമ്പോൾ 21वें आयत को जब हम पढ़ते हैं, അവിടെ ഏലിയാക്കീമിനെ കുറിച്ച് ദൈവം പറയുന്നു. वहां पर एलियाकीम के बारे में परमेश्वर कहता है, और उसकी कमर में तेरी पेटी कसकर बांधूंगा और तेरी प्रभुता उसके हाथ में दूंगा और वह यरूशलेम के रहने वालों और यहूदा के घराने का पिता ठहरेगा। ഏലിയാക്കീമിനെ കുറിച്ച് പറയുന്നു. एलियाकीम के बारे में यहाँ बताया गया है, അവൻ യെരുശലേം നിവാസികൾക്കും और यरूशलेम के रहने वालों को, യഹൂദാ ഗൃഹത്തിനും यहूदा के घराने को ഒരു അപ്പനായിരിക്കും. वो पिता ठहराया गया है। ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। പ്രിയമുള്ളവരെ, ഏലിയാക്കീമിനെ ഇപ്പോൾ एलियाकीम को जो अभी യെരുശലേം നിവാസികൾക്കും यरूशलेम के रहने वालों के लिए, യഹൂദാ ഗൃഹത്തിനും यहूदा के घराने के लिए ഒരു അപ്പനാക്കി വെച്ചിരിക്കുന്നു. पिता ठहराया गया है। ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। ദൈവം പിതാക്കന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. परमेश्वर पिताओं को देखता है। അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ प्रेरित पौलुस जब कोरिन्थियों को लिखता है, 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ 4था अध्याय 15वें आयत में यूं लिखा है, 10,000 ഗുരുക്കന്മാരുണ്ട്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. പിതാക്കന്മാർ ഏറെയില്ല. क्योंकि यदि मसीह में तुम्हारे सिखाने वाले 10,000 भी होते तो भी तुम्हारे पिता बहुत से नहीं। इस ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും 10,000 तुम्हारे जो सिखाने वाले होने पर भी പിതാക്കന്മാർ ഏറെയില്ല. पिता बहुत से नहीं हैं। എന്നാൽ താനൊരു പിതാവായ എന്ന് അടുത്ത് പറയുകയാണ്. എന്നറിയാമോ, ഞാനാണ് സുവിശേഷ നിമിത്തം നിങ്ങളെ ജനിപ്പിച്ചത്. लेकिन सुसमाचार के कारण मैंने तुमको जन्मा है करके कहते हुए वो एक पिता अपने आप को बताता है। അതെ പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൽ നമുക്ക് പിതാക്കന്മാർ നൽകിയിരിക്കുന്നു. इसलिए प्यारो, हमें इस परिवार में पिता दिया गया है। അതെ, ഈ കുടുംബത്തിൽ നമുക്ക് പിതാക്കന്മാർ നൽകിയിരിക്കുന്നു. इस परिवार में परमेश्वर ने हमें पिताओं को दिया है। വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ और पवित्र पौलुस जो है थिस्सलुनीयों को जब लिखता है, 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ दूसरा अध्याय 7वां आयत को जब पढ़ते हैं, അവിടെ നാം അമ്മയെ കാണുകയാണ്. वहां माँ को हम देखते हैं। നേരെ നാം പിതാവിനെ കണ്ടു. पहले हमने पिता को देखा। ഈ ആത്മീയ കുടുംബത്തിൽ പിതാക്കന്മാരുണ്ട്. इस आत्मिक परिवार में पिता हैं, അതുപോലെ അമ്മയുമുണ്ട്. उसी प्रकार माता भी है। വായിച്ചേ. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളത് ആയിരുന്നു. വായിച്ചേ. परंतु जिस तरह माता अपने बालकों का पालन पोषण करती है वैसे ही हमने भी तुम्हारे बीच में रहकर कोमलता दिखाई है। ഇവിടെ അമ്മയ്ക്ക് ആർദ്രതയുള്ളതുപോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. यहाँ पर बताया गया है, जिस तरह माता अपने बालकों को पालन पोषण करती थी वैसे ही हमने भी तुम्हारे बीच में रहकर कोमलता दिखाई। അപ്പോൾ നമുക്കിവിടെ പിതാവുണ്ട്, പിതാക്കന്മാരുണ്ട്, അതുപോലെ അമ്മമാരുമുണ്ട്. इसीलिए हमें इस परिवार में पिताएं भी हैं और माता भी हैं। പിന്നെയോ മറ്റൊരു ബന്ധം, മക്കൾ എന്ന ബന്ധം. और अगला जो संबंध है बच्चों का संबंध। പ്രിയമുള്ളവരെ, ഇവിടെ തന്നിരിക്കുന്ന ആ ബന്ധത്തിൽ മക്കൾ എന്ന് പറയുമ്പോൾ സാധാരണ മക്കളല്ല. प्यारो, यहाँ पर जो संबंध बताया गया है उसमें बच्चे जो है साधारण बच्चे नहीं हैं। സാധാരണ പലരും മോനെ മോളെ എന്ന് പലരും വിളിക്കാറുണ്ട്. और साधारण तौर से बेटा बेटी करके हम पुकारते हैं। എന്നാൽ അങ്ങനെ വെറുതെ മോനെ മോളെ എന്ന് വിളിച്ച് കളയേണ്ടതായ ബന്ധമല്ല. और इस प्रकार बेटा बेटी बुलाकर फेंकने का जैसा संबंध नहीं। അതിന്റെ സത്യം അറിഞ്ഞ് സത്യത്തിൽ വിളിക്കുന്നവരായിരിക്കണം. उसका सच्चाई को जानते हुए सच्चाई में जो उसे बुलाने वाले, ആ സത്യമായ ബന്ധം ദൈവത്തിന് മുമ്പാകെയും മനുഷ്യന് മുമ്പാകെയും ഉണ്ടായിരിക്കണം. और वो सच्चा संबंध जो है परमेश्वर के सम्मुख मनुष्यों के बीच में वो दिखाई देना है। ഈ അപ്പോസ്തലനായ പൗലോസിന് തന്റെ ശിഷ്യന്മാരെ
പുത്രന്മാരായി കണ്ട അനുഭവമാണ് നാം കാണുവാൻ കഴിയുന്നത്. और इस प्रेरित पौलुस को जो है वो चेलों को अपने बेटे होकर देखा करके हम पढ़ते हैं. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ और प्रेरित पौलुस जो है तिमोथी को जो पत्री लिखता है, അതിന് ഒന്നാം ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ और पहला उसका अध्याय उसका दूसरा आयत को जब पढ़ते हैं, അവിടെ നിജപുത്രനായ തിമോത്തിയോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, पौलुस की ओर से जो हमारे उद्धारकर्ता परमेश्वर और हमारी आशा स्थान मसीह यीशु की आज्ञा से मसीह यीशु का प्रेरित थे तिमोथियस के नाम को जो विश्वास से तेरा सच्चा पुत्र है. അപ്പോൾ അത് മാത്രമല്ല തീത്തോസിന് എഴുതുമ്പോൾ അവിടെ നിജപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. और वहां इतना केवल नहीं, तीतुस को जब लिखता है वहां पर भी मेरा अपना सच्चा पुत्र करके बताता है. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നാം വായിക്കുന്നു. तीतुस की पत्री पहला अध्याय 4th आयत में उसके बारे में हम पढ़ते हैं. പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്, तीतुस के नाम जो विश्वास की सहभागिता के विचार से मेरा सच्चा पुत्र है, परमेश्वर पिता और हमारी उद्धारकर्ता मसीह यीशु से अनुग्रह और शांति होती रहे. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. നിജപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. सच्चा पुत्र करके लिखा गया है. യഥാർത്ഥ പുത്രൻ, और सच्चा पुत्र, നിജപുത്രൻ, യഥാർത്ഥ പുത്രൻ. निजी पुत्र या अपना सच्चा पुत्र. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. അപ്പോൾ മറ്റതെല്ലാം യഥാർത്ഥ പുത്രൻ എന്ന് പറയാൻ പറ്റുകയില്ല. तो इसका मतलब बाकी जो है अपने सच्चे पुत्र नहीं बताया जा ഒരു सकता. അപ്പന് ഒരു മകനുണ്ടെങ്കിൽ एक पिता के अगर पुत्र हैं तो, അക്ഷരീയമായ ഒരു പുത്രൻ ഉണ്ടെങ്കിൽ शारीरिक तौर से अगर उसका पुत्र हो तो പുത്രൻ എന്ന് വിളിക്കും. और वो अपना बेटा करके बुलाता है, ഈ പുത്രൻ പിതാവേ എന്ന് വിളിക്കും. और ये बेटा अपने पिता को पिता कहता है. പ്രിയമുള്ളവരെ, അതെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നതാണ്. और प्यारों, इस संसार में ये सब बातें खत्म हो जाती है. എന്നാൽ അവസാനിക്കാത്തൊരു ബന്ധമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. लेकिन खत्म नहीं हो सकता ऐसा संबंध परमेश्वर ने हमें दिया है. അവസാനിക്കാത്ത പിതാക്കന്മാരുമായുള്ള ബന്ധം, वो जब खत्म नहीं हो सकता ऐसा पिता के साथ जो संबंध है, അവസാനിക്കാത്ത മാതാക്കളുമായുള്ള ബന്ധം, और जो खत्म नहीं हो सकता ऐसे माताओं के साथ जो संबंध है, അവസാനിക്കാത്ത മക്കളുമായുള്ള ബന്ധം, और जो खत्म नहीं हो सकता इस प्रकार बच्चों के साथ जो संबंध है. പ്രിയമുള്ളവരെ, നമ്മെ ആ സ്ഥാനത്തെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. प्यारो, परमेश्वर ने ऐसे स्थान में हमें ले आया है. അപ്പോൾ പുത്രൻ എന്ന് പറഞ്ഞു, പുത്രി എന്ന് പറഞ്ഞിരിക്കുന്നു. और यहाँ पर जो बेटा करके कहा है, പുത്രി എന്ന് പറഞ്ഞിട്ടുണ്ടോ? वहाँ क्या बेटी करके कहीं लिखा है? പക്ഷെ പുത്രി എന്ന് ലേഖനം എഴുതേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. और बेटी करके जो पत्री लिखने की आवश्यकता नहीं थी इसलिए उसने नहीं लिखा. എന്നാൽ ഒരു സത്യം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. लेकिन पुराने नियम में हम ये बात को देखते हैं. എസ്തറിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ, जब एस्तर की किताब को हम पढ़ते हैं, എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായം एस्तर की किताब 2रा अध्याय 7-ാം വാക്യം വായിക്കുമ്പോൾ, 7वें आयत को जब हम पढ़ते हैं, അവിടെ മോർദെഖായി എസ്തറിനെ വളർത്തിയതായി കാണുകയാണ്. वहां पर मोर्देकाई एस्तर का पालन पोषण करता है करके हम देखते हैं. അത് എങ്ങനെ വളർത്തി? किस प्रकार उसको पालन पोषण करता है. ഒരു മകളായിട്ട് വളർത്തി എന്ന് കാണുന്നു, മകളായി എടുത്തു എന്ന് കാണുകയാണ്. और वो एक बेटी होकर उसका पालन पोषण करता है. വായിച്ചേ. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്കു അമ്മയപ്പന്മാരില്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. उसने हदसा नाम अपनी चचेरी बहन को, जो एस्तर भी कहलाती थी, पाला पोषा था, क्योंकि उसके माता पिता कोई ना थे और वे लड़की सुंदर और रूपवती थी. और जब उसके माता पिता मर गए तब मोर्देकाई ने उसको अपनी बेटी करके पाला. പ്രിയമുള്ളവരെ, ഇവിടെ എസ്തറിനെ മോർദെഖായി മകളായിട്ട് എടുത്തു എന്ന് കാണുകയാണ്. प्यारो, हम यहाँ पढ़ते हैं एस्तर को जो मोर्देकाई बेटी होकर अपने पास ले लेता है. അവളുടെ അപ്പനും അമ്മയും മരിച്ചു. उसके माता पिता मर गए. അതുകൊണ്ട് മോർദെഖായി ഇവളെ മകളായിട്ട് എടുത്തു എന്ന് കാണുകയാണ്. इसलिए मोर्देकाई जो है उसे अपना बेटी होकर स्वीकार कर लेता है, पालन पोषण करता है. ചിറ്റപ്പന്റെ മകൾ എന്ന് പറയുമ്പോൾ और उसकी चचेरी बहन का मतलब, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? उनके आपस में उनका संबंध क्या है? സഹോദരനും സഹോദരിയുമാണ്. वे लोग भाई बहन हैं. അവർ സഹോദരനും സഹോദരിയുമാണ്. वे लोग भाई बहन हैं. അവർ ഇപ്പോൾ ഈ സഹോദരൻ ഈ സഹോദരി എങ്ങനെ എടുത്തു?
लेकिन इस भाई ने बहन को किस प्रकार लिया, ആ മകളായിട്ടെടുത്തു. बेटी होकर वो ले लेता है। പ്രിയമുള്ളവരെ, അങ്ങനെ പഴയ നിയമത്തിൽ അങ്ങനെ എടുത്തു എങ്കിൽ प्यारो, पुराने नियम में अगर ऐसा लिया गया हो तो പുതിയ നിയമത്തിൽ എത്രയധികം नए नियम में कितना अधिक बढ़कर लेना है। അങ്ങനെ ഒരു ബന്ധം സ്ഥാപിപ്പാൻ മോർദെഖായിക്ക് കഴിഞ്ഞു എങ്കിൽ ऐसा एक संबंध मुर्देकाई अगर स्थापित कर सका, ഈ പുതിയ നിയമത്തിൽ സഹോദരന്മാരായിരിക്കുന്നവർ എത്രമാത്രം സഹോദരിമാരെ മകളായിട്ടെടുക്കണം. नए नियम के भाई लोग जो है अपने बहनों को कितना ज्यादा बेटी होकर स्वीकार करना है, लेना है, पालना पोषना है। പ്രിയമുള്ളവരെ, അങ്ങനെ എടുക്കുകയും അങ്ങനെ കാണുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് और प्यारो, इस प्रकार समझते हुए इस प्रकार रहते हुए इस प्रकार जीवन व्यतीत करने वाला സഹോദരൻ സഹോദരിയെ മകൾ എന്ന് കാണുന്നു, भाई बहन को बेटी होकर देखता है, സഹോദരിയും തിരിച്ച് അപ്രകാരം കാണുന്നു. बहन भी इसी प्रकार वो देखती है। അത് മാത്രമല്ല, മനസ്സിൽ പിതാവിന്റെ ചിന്ത, और इतना केवल नहीं, मन में पिता का एक समझ रहता है, മനസ്സിൽ ഒരു മാതാവിന്റെ ചിന്ത, मन में माता का एक समझ बना रहता है। ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം എത്ര മനോഹരമാണ്. ऐसा जीवन व्यतीत करना कितना भला और मनोहर है। ഇതാ സഹോദരിമാരും ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. देखो, भाई बहन आपस में मिलजुल कर रहना कितना मनोहर और भली बात है। പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ശ്രേഷ്ഠമായ കുടുംബത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. प्यारो, परमेश्वर ने इतना श्रेष्ठ परिवार में हमें ले आया है। ഇത് പുറത്തുനിന്ന് കാണുന്നവർക്ക് അത്ഭുതമാണ്. बाहर से देखने वालों के लिए ये एक अद्भुत बात है। ഇത് കണ്ട് സഹിക്കാത്ത മറ്റുള്ള ബന്ധക്കോസുകാർ ഈ ജീവിതത്തെ ദുഷിച്ചു പറയുന്നു. और इसको देखते हुए जो सह नहीं सकते, इसके बारे में गलत कहते हैं। പ്രിയമുള്ളവരെ, ഇങ്ങനെ നാം ഈ കുടുംബത്തിൽ അംഗങ്ങളായി ജീവിക്കുകയാണെങ്കിൽ, अगर इस परिवार में के अंग बनकर हम इस जीवन व्यतीत करते हो तो നിത്യതയിൽ ചെല്ലുമ്പോൾ ഈ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും. अब जब नित्यता में पहुंचे ये संबंध आगे बढ़ता ही रहेगा। എന്നാൽ അവിടെ ചെല്ലുമ്പോൾ लेकिन जब हम पहुंचते हैं, ഇവിടത്തെക്കാൾ വ്യത്യാസമുണ്ടാകും. यहाँ से कुछ बातें अलग होगी। അവിടെ ചെല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥമായ പിതാവിനെ കാണും. हम वहां पहुंचकर अपने सच्चे पिता को देखेंगे। ഇപ്പോൾ പിതാക്കന്മാരായി നാം ആരെങ്കിലും സ്നേഹിച്ചിരുന്നു എങ്കിൽ, अभी जो है कुछ पिताओं को हमने अगर प्रेम किया हो तो അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ എല്ലാവരെക്കാളും അധികമായി സ്നേഹിക്കും. और वहां पहुंचकर हमारे स्वर्गीय पिता को हम सबसे बढ़कर प्रेम करेंगे। ഇനി നാം ഇവിടെ ആരെങ്കിലും പിതാവേ മാതാവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, आज हम यहाँ पर किसी को पिता या माता कहकर पुकारते हो तो നിത്യയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ദൈവത്തെ പിതാവിനെ മാത്രമേ പിതാവെന്ന് വിളിക്കുകയുള്ളൂ. अनित्यता में जब हम पहुंचेंगे हमारे स्वर्गीय पिता को केवल हम पिता होकर पुकारेंगे। അവിടെ ചെല്ലുമ്പോൾ നാം എല്ലാവരും സഹോദരന്മാരായിരിക്കും. वहां पहुंचने के पश्चात हम सब अपने भाई बहन रहेंगे। അവിടെ സ്ത്രീയില്ല, वहां पर स्त्री नहीं है, അവിടെ പുരുഷനെന്നല്ല, वहां पे पुरुष नहीं है। പിന്നെയോ അവരെല്ലാം ദൈവത്തിന്റെ മക്കളായി ഒന്നുപോലെ കാണപ്പെടും. वे परमेश्वर के संतान होकर एक जैसे रहेंगे। ഇവിടെ സഹോദരന്മാരും സഹോദരിമാരും മാറിയിരിക്കുകയാണ്. यहाँ पर भाई बहन दूर बैठते हैं। ഞാൻ വനസഭയിൽ നോക്കി, നല്ല ഗ്യാപ്പായിട്ടേക്കാണ് രണ്ടിനും ഇടയില്. और यहाँ पर मैंने जब देखा तो अच्छा काफी गैप डाला हुआ है। കേരളത്തിൽ ഇത്രയും ഗ്യാപ്പ് ഒന്നും ഇടാറില്ല. केरल में इतना ज्यादा गैप नहीं डालते। ഇവിടെ ഗ്യാപ്പ് ഇച്ചിരി കൂടുതലാണ്. यहाँ पर गैप जो है बहुत ज्यादा है। ഇതിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, जब हम संसार में जीवन व्यतीत करते हैं, ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ इस शरीर में जब हम जीवन व्यतीत करते हैं, ഗ്യാപ്പ് വേണം, वहाँ गैप की आवश्यकता है അല്പം കൂടെ കൂടുതൽ വേണം. और थोड़ा ज्यादा होना चाहिए। ഇതിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। എന്നാൽ നിത്യതയിൽ ചെല്ലുമ്പോൾ लेकिन जब हम नित्यता में पहुंचते हैं, അവിടെ ഗ്യാപ്പില്ല. वहाँ पे कोई बीच में अलगाव नहीं, അവിടെ ആണും പെണ്ണും ഒന്നും പ്രത്യേകിച്ചില്ല. वहाँ लड़का लड़की अलग नहीं। നമ്മളെല്ലാം കർത്താവായ യേശുവിന്റെ സഹോദരന്മാരായിരിക്കും. हम सब प्रभु यीशु मसीह के भाई रहेंगे। ഇവിടെ നമുക്ക് പിതാവുണ്ട്, यहाँ हमें पिता है, ഇവിടെ പിതാക്കന്മാരുണ്ട്, यहाँ पिताएं हैं, അമ്മമാരുണ്ട്, यहाँ माताएं हैं, സഹോദരന്മാരുണ്ട്, भाई हैं, സഹോദരിമാരുണ്ട്. बहनें हैं। എന്നാൽ അവിടെയും കാണാൻ സാധിക്കും. वहाँ पे हम देख सकते हैं, അവിടെ പിതാവിനെ കാണാം, हम पिता को देख सकते हैं, അവിടെ സഹോദരനെ കാണാം, भाई को देख सकते हैं, അവിടെ സഹോദരിയും കാണാം. बहन को भी देख सकते हैं। ഇതിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। അതെ, പിതാവായ നമ്മുടെ പിതാവ്, हमारा पिता परमेश्वर हमारा पिता है। നമ്മുടെ ഞാൻ പറഞ്ഞ അവിടെ അമ്മയുണ്ടാകും. वहाँ माता भी रहेगी। അവിടെ
അവിടെ അമ്മ എന്താണെന്ന് അറിയാമോ? वहाँ माता कौन है? അവിടെയുള്ള അമ്മയാണ് മീതെയുള്ള യെരൂശലേം. और वहाँ का माता वो यरूशलेम है, മീതെയുള്ള യെരൂശലേമോ അവൾ തന്നെ നമ്മുടെ അമ്മ. वो ही हमारी माता है. അതെ, നാം അവിടെ ചെല്ലുമ്പോൾ യെരൂശലേമിനെ അമ്മയായി കാണും. और जब हम वहाँ पहुंचेंगे यरूशलेम को अपनी माता होकर रहेंगे. സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. അപ്പോൾ യെരൂശലേം എന്ന സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മൾ അമ്മയുടെ അനുഭവം നമുക്കുള്ളത്. यरूशलेम की जगह को जब देखेंगे माता के रूप में हम देखेंगे. അവിടെ ആശ്വാസം, സമാധാനം, वहाँ आश्वासन होगा, हमें शांति मिलेगी. അത് നിറഞ്ഞ സ്ഥലമാണ് അവിടെ. वो भरपूरी का जगह है. ആ സഹോദരനുണ്ട്, वहाँ भाई है. അതാരാണ്? वो कौन है? കർത്താവായ യേശു ക്രിസ്തു. हमारा प्रभु यीशु मसीह. അതെ, കർത്താവായ യേശുവിന്റെ സഹോദരങ്ങളാണ് നാം ഓരോരുത്തരും. प्रभु यीशु मसीह के भाई लोग हैं हम लोग. ഇപ്പോഴേ നാം യേശുവിന്റെ സഹോദരങ്ങളാണ്. अभी हम प्रभु यीशु मसीह के भाई हैं. ആണ് എബ്രായ ലേഖനം വായിക്കുമ്പോൾ इब्रानियों की पत्री को जब हम पढ़ते हैं, 2-ാം അധ്യായം 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ दूसरा अध्याय 11 से 13 आयत तक जब हम पढ़ते हैं, क्योंकि पवित्र करने वाला और जो पवित्र किए जाते हैं सब एक ही मूल में है, इसी कारण वो उन्हें भाई कहने से नहीं लजाता. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ എന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവരിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളുമെന്നും പറയുന്നു. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. കർത്താവായ യേശുവിനെ കുറിച്ച് പറയുകയാണ്. यहाँ ये प्रभु यीशु मसीह के बारे में बताता है. കർത്താവായ യേശു വിശുദ്ധീകരിക്കുന്നവനാണ്. प्रभु यीशु मसीह पवित्र करने वाला है വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ്. और हम पवित्र किए जाने वाले हैं. നമുക്കെല്ലാവർക്കും ഒരേ ഒരു പിതാവുണ്ട്. हम सबके लिए एक ही पिता है. അത് പറഞ്ഞറിയാമോ? वो कौन है? ഞാനും യഹോവ എനിക്കുന്ന മക്കളും. मैं और यहोवा मुझे दिए हुए बच्चे. അതെ, യെശയ്യാ 8-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ यशायाह की भविष्यवाणी 8वां अध्याय 18वें आयत में हम पढ़ते हैं, ഞാനും യഹോവ എനിക്കുന്ന മക്കളും मैं और यहोवा मुझे दिए हुए बच्चे സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈനികരുടെ യഹോവയാൽ सिय्योन पर्वत में सेनाओं के यहोवा के साथ. ഇസ്രായേൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമാകുന്നു. इस्राएल जो है अद्भुत और अनोखे का बात है. അതെ പ്രിയമുള്ളവരെ, നമുക്കൊരു കുടുംബം നമുക്ക് ഭൂമിയിൽ നൽകിയിരിക്കുകയാണ്. प्यारो, परमेश्वर ने हमें इस संसार में एक परिवार दिया है. ഈ കുടുംബം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുകയാണ്. और इस परिवार में हम हर एक को रखा है. അതെ, നാം ഇനി നിത്യതയിൽ നാം പ്രവേശിക്കാൻ പോവുകയാണ്. हम नित्यता में प्रवेश करने वाले हैं. അവിടെ ഒരു പിതാവുണ്ട്, वहाँ एक पिता है, അവിടെ ഒരു മാതാവുണ്ട്. वहाँ एक माता है. ആ മാതാവാണ് ഗലാത്യലേഖനം 4-ാം അധ്യായം गलातियों की पत्री 4थे अध्याय में उस माता के बारे में बताया गया है. 26-ാം വാക്യം വായിക്കുമ്പോൾ 26वें आयत को जब हम पढ़ते हैं, മീതെയുള്ള യെരൂശലേമേ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അവൾ തന്നെ നമ്മുടെ അമ്മ. वो ही हमारी माता है. മീതെയുള്ള യെരൂശലേം വായിച്ചേ, ഹിന്ദിയിൽ വായിച്ചേ. पर ऊपर की यरूशलेम स्वतंत्र है और वह हमारी माता है. നമ്മുടെ അമ്മ മീതെയുള്ള യെരൂശലേമാണ്. हमारी माता ऊपर की यरूशलेम है. മീതെയുള്ള യെരൂശലേം നമ്മുടെ അമ്മയാണ്. ऊपर की यरूशलेम हमारी माता है. അപ്പോൾ നമ്മൾ അവിടെ 3 പേരെ കണ്ടു. वहाँ हम 3 लोगों को देखे. ഒന്ന് പിതാവ്, एक पिता को देखे, മാതാവ്, माता को देखे, സഹോദരൻ. भाई को भी देखे. സഹോദരനാരാ? भाई कौन है? നമ്മുടെ യേശു. हमारा यीशु. സഹോദരനായിരിക്കുകയാണ്. वो हमारा भाई है. ഇനി സഹോദരിയുണ്ട്. भाई बहन भी है. സഹോദരി എന്താ? बहन कौन है? അവിടെ സഹോദരിയുണ്ടോ? वहाँ क्या बहन है? നേരത്തെ ഞാൻ പറഞ്ഞു എന്താണെന്നറിയാമോ? അവിടെ ആണും പെണ്ണും ഇല്ലാന്ന്. पहले मैंने कहा कि वहाँ लड़का लड़की नहीं है. പിന്നെ എങ്ങനെ സഹോദരി വന്നു? फिर बहन कहाँ से आई? അതെ, സഹോദരി ഉണ്ട്. वहाँ बहन है. സദൃശ്യങ്ങൾ വായിക്കുമ്പോൾ जब श्रेष्ठ गीत को हम पढ़ते हैं, 7-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. 7वां अध्याय 4था आयत को जब पढ़े, ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കാം. സദൃശ്യവാക്യങ്ങൾ 7-4. बुद्धि से कह कि तू मेरी बहन है और समझ को अपनी साथी बना. അവിടെ ജ്ഞാനത്തെ നിന്റെ സഹോദരി എന്ന് വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. बुद्धि से कहे तू मेरी बहन है. അപ്പോൾ നമ്മുടെ സഹോദരിയുടെ പേരെന്താ? हमारी बहन का नाम क्या है? ജ്ഞാനം. बुद्धि. സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. അവിടെ ചെല്ലുമ്പോൾ നാം ദൈവത്തിന്റെ ജ്ഞാനം കാണും. वहाँ जब हम पहुंचेंगे परमेश्वर की बुद्धि को देख पाएंगे. അവിടെ ചെല്ലുമ്പോൾ നാം ദൈവത്തിന്റെ ജ്ഞാനം അനുഭവിക്കും. वहाँ पहुंचकर परमेश्वर की बुद्धि को हम अनुभव कर पाएंगे. ദൈവത്തിന്റെ ജ്ഞാനോടെ നമ്മിൽ നിറഞ്ഞിരിക്കും. परमेश्वर की बुद्धि हमारे में भर भरी रहेगी. അതാണ് സഹോദരി. वही बहन है. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे. അപ്പോൾ ഇവിടെയുള്ള സഹോദരന്മാര് സഹോദരിമാരെ കാണുമ്പോൾ എങ്ങനെ കാണണം?
इसलिए जब यहाँ के भाई लोग बहन को देखे तो क्या करना है, സഹോദരിമാരെ എങ്ങനെ വിളിക്കണം? बहन लोगों को कैसे बुलाना है, ജ്ഞാനം. बुद्धि करके बुलाना है। സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। അപ്പൊ ജ്ഞാനമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? क्या बुद्धि के बिना हम जीवन व्यतीत कर सकते हैं? ഒരിക്കലും സാധ്യമല്ല. ये भी नहीं हो सकता। അതുകൊണ്ട് ഈ സഹോദരിമാരെല്ലാം നമുക്ക് ജീവിക്കാനേ പറ്റുകയില്ല ഇവിടെ. इसलिए बहन लोगों के बिना हम यहाँ जी नहीं सकते। ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। എനിക്കൊരു ശുശ്രൂഷ സംബന്ധിച്ച് सेवकाई के तौर पर ദൈവം ഒരു ദർശനം തരുമ്പോൾ परमेश्वर जब दर्शन देता है, ഇപ്രകാരം ദർശനം തന്നു. एक बार एक दर्शन ऐसे दिया, നിനക്ക് സഹോദരിമാരില്ലാതെ വേല ചെയ്യാൻ സാധ്യമല്ല. बहन के बिना तू सेवा नहीं कर सकता। ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। അപ്പോൾ ഈ സഹോദരിമാരെ കാണുമ്പോൾ സന്തോഷം വർദ്ധിക്കണം. और इसलिए बहन लोगों को देखे तो आनंदित होना है। എന്താണ് കാരണം? कारण क्या है? അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. वो परमेश्वर की बुद्धि है। ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ പാപമുണ്ടോ? क्या उस परमेश्वर की बुद्धि में पाप है? ഓ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ പാപമില്ല. परमेश्वर की बुद्धि में कोई पाप नहीं। അതെ, പാപമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം, पाप के बिना जीने वाले एक झुंड, അതാണ് ദൈവത്തിന്റെ കുടുംബം. वही परमेश्वर की परिवार है। ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം. देखो परमेश्वर के डेरा मनुष्यों के मध्य में। ഇതാ ദൈവം അവരുടെ കൂടെ വസിക്കുകയാണ്. देखो परमेश्वर उनके संग संग वास करता है। ഇതാ അവർക്ക് ദൈവമായിരിക്കുന്നു. पिता उनका परमेश्वर है। ഇനി നമ്മുടെ സ്നേഹം എങ്ങനെയാണെന്ന് അറിയാമോ? और हमारा प्रेम कैसा होगा? സാധാരണ സ്നേഹം പോരാ. एक ऐसा साधारण प्रेम नहीं, സാധാരണ സ്നേഹം പോരാ. साधारण प्रेम नहीं। കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം വേണം. परमेश्वर ने जो हमसे प्रेम किया वो प्रेम रहना है। സ്നേഹം എന്ന് പറയുമ്പോൾ प्रेम का मतलब ഭാര്യ ഭർത്താവ് അവരുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്നാണ് കാണുന്നത്. पति और पत्नी में जो प्रेम है वो सबसे बड़ा प्रेम हम समझते हैं। ഭാര്യയും ഭർത്താവ് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലുള്ള സ്നേഹമാണ്. पत्नी पति से कैसा प्रेम करती है वो सबसे बड़ा प्रेम समझती है। അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്ന പോലെയാണ് ദൈവം ജനത്തെ സ്നേഹിക്കുന്നത്. परमेश्वर जो है वो जैसे पति पत्नी से प्रेम करता है वैसे ही प्रेम करता है। അതുപോലെയാണ് കർത്താവ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ प्रभु यीशु मसीह के बारे में जब बताते हैं, സഭ കർത്താവിന്റെ ശരീരമാണ്. कलीसिया परमेश्वर का शरीर है। ഈ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ കാന്തയാണ്. और ये कलीसिया जो है प्रभु की जो दुल्हन है, അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. उसके लिए अपने आप को अर्पण किया करके हम पढ़ते हैं। അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. उसके लिए अपने आप को अर्पण किया करके हम पढ़ते हैं। ഞാൻ ഈ സഹോദരനെ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ इस भाई को मैं अगर अपने आप को उनके लिए अर्पण करता हूँ, ഇനി എനിക്ക് എന്റെ മേൽ അധികാരമില്ല. अब मुझे अपने ऊपर अधिकार नहीं, ഈ സഹോദരനാണ് എന്റെ മേൽ അധികാരം. ये भाई को मेरे ऊपर अधिकार रहता है। അതുപോലെ ഭാര്യ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ उसी प्रकार पत्नी पति को जब अर्पण करती है, ഈ ഭാര്യയ്ക്ക് ഭാര്യയുടെ മേൽ അധികാരമില്ല, ഭർത്താവിന് അധികാരം. और पत्नी को अब कोई अधिकार नहीं, पति को अधिकार रहता है। ഭർത്താവ് ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ पति पत्नी को अगर समर्पण करे, പിന്നെയോ ഭർത്താവിന് അധികാരമില്ല, ഭാര്യയ്ക്കാണ് ഭർത്താവിന് മേൽ അധികാരം. पति को फिर कोई अधिकार नहीं, पत्नी को पति के ऊपर अधिकार रहता है। പ്രിയമുള്ളവരെ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ प्यारो यीशु के बारे में जब बताया जाता है, തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. अपने आप को उसके लिए समर्पण किया, അതെ, തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. अपने आप को उसके लिए समर्पण किया। അതിന്റെ അർത്ഥം എന്താണ്? उसका अर्थ क्या है? ഇനി കർത്താവ് യേശുവിന് ये प्रभु यीशु मसीह को, കർത്താവ് യേശുവിന് മേൽ അധികാരമില്ല. प्रभु यीशु मसीह को अपने ऊपर अधिकार नहीं। ആർക്കാണ് അധികാരം? किसको उसका अधिकार है? സഭയ്ക്കാണ് അധികാരം. कलीसिया को उसके ऊपर अधिकार അതെ, है। നമുക്കാണ് കർത്താവിന് മേൽ അധികാരം. हमें प्रभु के ऊपर अधिकार है। അങ്ങനെയെങ്കിൽ अगर ऐसा हो तो കർത്താവ് യേശുവിന് എന്തുണ്ടോ प्रभु यीशु मसीह के का जो कुछ भी है അതെല്ലാം നമുക്കുള്ളതാണ്. वो सब हमारा है। അതെ, സ്നേഹം എന്ന് പറയുമ്പോൾ प्रेम का मतलब ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ബന്ധമാണ് സ്നേഹം. एक पति पत्नी आपस में जो समर्पण करते हैं वो प्रेम है। അതെ പ്രിയമുള്ളവരെ, നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാകണമെങ്കിൽ अगर हमें आपस में प्रेम होना हो तो അങ്ങനെ ഭർത്താവ് ഭാര്യ സ്നേഹിക്കുന്ന പോലെയും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ബന്ധമുണ്ടാകണം. और पति पत्नी से जैसा प्रेम करता है, पत्नी पति से कैसा प्रेम करती है, ऐसा एक प्रेम होना है। അത് ജഡിക സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയുള്ള ബന്ധമല്ല, शारीरिक खुशी मनाने के लिए जो प्रेम है वो नहीं, ആത്മീയ സന്തോഷം അനുഭവിക്കേണ്ടതായ ബന്ധമാണ്. आत्मिक आनंद को मनाने के लिए वो संबंध है। അങ്ങനെയായിരിക്കുന്നവരാണ് ദൈവത്തിന്റെ കുടുംബത്തിലുള്ളവർ. ऐसे लोग जो है परमेश्वर के परिवार में दिखाई देते हैं। അവരിലാണ് ദൈവത്തിന്റെ കൂടാരമുള്ളത്. उनमें परमेश्वर का डेरा दिखाई देता है। അവരോടുകൂടിയാണ് ദൈവം വസിക്കുന്നത്. उनके संग परमेश्वर रहता है। പ്രിയമുള്ളവരെ, ദാവീദ്
കരഞ്ഞും കൊണ്ട് നിലവിളിച്ചൊരു കാര്യം പറയുന്നു. दावीद जो है रोते हुए इस प्रकार पुकारता है. എന്താണ് കാര്യം? क्या बात को पुकारता है? താൻ സ്നേഹിച്ചതായ യോനാഥാൻ മരിച്ചുപോയി. उसने प्रेम किया और योनाथान मर गया. അവന് അല്പം പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. वो भी इस बात को सह न सका. അവൻ നിലവിളിച്ചു പറയുകയാണ്, वो रोते हुए पुकारता है. ഓ നിന്റെ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. तेरा प्रेम जो है वो सबसे अनमोल है. നിന്റെ പ്രേമം, നിന്റെ സ്നേഹം ഭാര്യയുടെ സ്നേഹത്തെക്കാൾ വിസ്മയമേറിയത്. तेरा प्रेम जो है पत्नी का प्रेम से बढ़कर अनमोल है. വായിക്കാം ശോഭൻ 2-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം അധ്യായം 26-ാം വാക്യം. दूसरा शमूएल 1 अध्याय उसका 26वां आयत. हे मेरे भाई जोनाथन, मैं तेरे कारण दुखित हूँ। तू मुझे बहुत मन बहु जान पड़ता था। तेरा प्रेम मुझ पर अद्भुत था, वरन स्त्रियों के प्रेम से भी बढ़कर था। യോനാഥാനെ, എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സരനായിരുന്നു. നിന്റെ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. നിന്റെ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. तेरा प्रेम मुझ पर अद्भुत था. അത് മൂലഭാഷ ഇഷ എന്ന വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. मूल भाषा में उसे इच्छा करके बताया गया है. എന്ന് പറഞ്ഞാൽ ഭാര്യ. उसका मतलब पत्नी. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ അപ്പോൾ हो. നിന്റെ പ്രേമം, നിന്റെ സ്നേഹം ഭാര്യ സ്നേഹത്തിൽ വിസ്മയമേറിയത്. तेरा प्रेम जो है पत्नी के प्रेम से अद्वैत है. അതെ, യേശു നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. यीशु मसीह भी हमसे ऐसा प्रेम करता है. ആയതുപോലെ നാമും തമ്മിൽ അങ്ങനെ സ്നേഹിക്കാം. इसलिए हम भी आपस में इस प्रकार प्रेम करना है. ഒരിക്കൽ എനിക്ക് ദർശനം തന്നു. पर एक बार परमेश्वर ने मुझे ऐसा दर्शन दिखाया. ആ ദർശനം ഇങ്ങനെയാണ്. वो दर्शन इस प्रकार है. ഞങ്ങൾ എന്റെ സെന്ററില് हमारे सेंटर में ഒരു സഹോദരിയുണ്ട്. एक बहन है, ഒരു ഇളയ സഹോദരിയാണ്. एक छोटी बहन है. പ്രായം കുറഞ്ഞ സഹോദരിയാണ്. वो छोटी उम्र में कम है. ട്രെയിനിങ് കഴിഞ്ഞ് മദ്രാസ് വന്നപ്പോഴേ രോഗിയായിട്ടാണ് വന്നത്. ट्रेनिंग के बाद जब मद्रास से आई वो बीमार होकर आई. ഞാൻ ഇങ്ങനെ കാണുന്നു, मैंने ऐसे देखा. ഞാൻ ഈ സഹോദരി വിവാഹം കഴിക്കുകയാണ്. मैं इस बहन से विवाह करता हूँ. ഞാൻ വിവാഹം കഴിച്ചിട്ട് मैं विवाह करने के पश्चात എന്താ ഞാൻ അറിയാമോ? मैंने क्या किया? ഈ സഹോദരി സുഖലാൽ സഹോദരിയാണ്. ये तो बीमार बहन है ഞാൻ ചുമന്നും കൊണ്ട് നടക്കുന്നു. और मैं उसे लेकर चलता हूँ. ഞാൻ ചുമന്നും കൊണ്ട് നടക്കുന്നു. मैं लेकर चलता हूँ. ഞാൻ ദർശനം ദൈവത്തോട് പറഞ്ഞു, और दर्शन में प्रभु ने बताया, നിന്റെ സ്നേഹം ആ സ്നേഹമായിരിക്കണം. तेरा प्रेम ऐसा प्रेम होना है. നീ ചുമക്കണം, तुझे उठाना होगा, നീ വഹിക്കണം. तू उसे सहना होगा. പ്രിയമുള്ളവരെ, ഒരിക്കലും ആ സഹോദരിയെ കാണാൻ ഞാൻ കടന്നുപോയി. एक बार उस बहन को देखने के लिए मैंने गया. സുഖമില്ലാതെ കിടക്കുകയാണ്. वो बीमार पड़ी थी. എന്നോട് പറഞ്ഞു, क्या बोला? ഞാൻ 4 ദിവസമായി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. 4 दिन बीत गए, मैं सो नहीं पा रही हूँ. ഞാൻ ഈ ദർശനം ഓർത്തു. मैंने इस दर्शन को याद किया ദൈവം തന്ന ബന്ധം ഓർത്തു. और उस संबंध को याद किया. ദൈവം തന്ന സ്നേഹത്തെ ഓർത്തു. परमेश्वर ने दिए हुए प्रेम को याद किया. ഉത്തരവാദിത്വം ഓർത്തു. वो जिम्मेदारी को याद किया. സ്ഥാനം ഓർത്തു. उस स्थान को याद किया. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിച്ചു. उस बहन के लिए बोझ के साथ प्रार्थना किया. ചില ദിവസം കഴിഞ്ഞപ്പോൾ कुछ दिन के पश्चात ആ സഹോദരി എണീറ്റ് വന്ന് മുറ്റമടിക്കുകയാണ്. और वो बहन उठकर जो है वो आंगन साफ करती है എന്നിട്ട് പറഞ്ഞു, और कहती है, എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, मुझे देखकर कहती है, അവിടെ അപ്പച്ചാന്ന് വിളിക്കും അവിടെ. वहां पर जो है अपचा ऐसे बुलाते हैं. അപ്പച്ച അന്ന് പ്രാർത്ഥിച്ചതിന് ഉടനെ സൗഖ്യമായി. അന്ന് രാത്രി ഒന്ന് ഉറങ്ങി. और उस दिन प्रार्थना किए, मुझे तुरंत चंगाई मिली. उस दिन रात को मैंने सोया. പ്രിയമുള്ളവരെ, ഈ ബന്ധം എന്താണ്? प्यारों, ये संबंध कौन सा है? ഇത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ബന്ധമാണ്. ये पिता परमेश्वर का प्रेम का संबंध है. ഇത് യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹത്തിന്റെ ബന്ധമാണ്. यीशु मसीह ने अपने आप को समर्पण किया, वो वाला संबंध प्रेम है. ആ ബന്ധത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. उस संबंध में प्रभु ने हमें ले आया. അതുപോലെ വേറൊരു ദർശനം കർത്താവ് തന്നു. और एक और दर्शन प्रभु ने दिया. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാലേ परमेश्वर का राज्य ഈ ശിശുക്കൾക്കുള്ളതാണ്. ये बच्चों के लिए है. ഈ ശിശുക്കളെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. ये बच्चे आपस में मिलजुल कर रहते हैं, वही परमेश्वर का राज्य है. അതായത് ദൈവരാജ്യത്തെ ശിശുവിനെ പോലെ ഏറ്റുകൊള്ളുന്ന കർത്താവ് യേശു പറയുകയുണ്ടായി. प्रभु यीशु मसीह ने कहा, परमेश्वर के राज्य को बालकों की नाई, छोटे बच्चों की नाई उसे जो ग्रहण कर सकते हैं. നാം ശിശുവായി തീരുകയാണ്. हम बच्चे बन जाते हैं. എല്ലാവരെയും ശിശുക്കളായി കാണുകയാണ്. हर एक को बच्चे होकर देखते हैं. ശിശുക്കളായി കാണുന്ന സ്ഥാനത്ത് പാപമില്ല. जैसे बच्चों को देखते हैं वहां पे पाप नहीं. യേശു ശിഷ്യന്മാരെ കണ്ടിട്ട് यीशु मसीह चेलों को देखते ആ हुए 70 പേര് മടങ്ങി വന്നപ്പോൾ जब 70 लोग वापस आए, യേശു ഇപ്രകാരം പറയുകയുണ്ടായി, प्रभु यीशु मसीह इस प्रकार कहता है, ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചിട്ട് ये जो भेद
जातियों को छुपाते हुए, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. और वो मैं बच्चों को मैं प्रकट किया करके हम पढ़ते हैं। അതെ, എല്ലാവരും ശിശുക്കളായി കാണപ്പെടണം. सभी बच्चे होकर दिखाई देना है, വളരെ ശിശുക്കളായി കാണണം. हमें अपने बच्चे होकर देखना है। അതെ, ദൈവം വേറെ ദർശനം തരികയുണ്ടായി. परमेश्वर दूसरा दर्शन दिया। കുറെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുന്നു. छोटे बच्चे मेरे पास आते हैं, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. उसमें बालक और बालिकाएं हैं, അവർ എന്റെ അടുക്കൽ വരുന്നു. मेरे पास आते हैं, അവർ നിഷ്കളങ്കതയിലേക്ക് എന്റെ അടുക്കലേക്ക് ഓടി വരുന്നു. निष्कलंकता के साथ आते हैं, ഞാൻ അവരെ പിടിച്ച് അണച്ച് അവരെ അയക്കുന്നു. और मैंने उनको आलिंगन करते हुए वापस भेजता है। ഓരോരുത്തരെ ഞാൻ പിടിച്ച് അണച്ച് അയക്കുകയാണ്. एक एक को पकड़कर आलिंगन करते हुए मैं वापस लौटाता हूँ। അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ उसके बाद मैं देखता हूँ വേറൊരു കുട്ടി വരുന്നു. एक बच्चे आते हैं, ആ കുട്ടി കാഴ്ചയിൽ കൊച്ചുകുട്ടിയാണ്. और देखने में वो छोटे हैं, എന്നാൽ ആ കൊച്ചുകുട്ടിയല്ല, വാസ്തവത്തിൽ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. और वो जो देखने में छोटे होने पर भी छोटी नहीं, एक लेकिन बड़ी बच्ची है, പക്ഷെ കാഴ്ചയിൽ കൊച്ചുകുട്ടിയായിട്ടിരിക്കുകയാണ്. लेकिन देखने में वो छोटी है। പക്ഷെ എനിക്കറിയാം അത് പ്രായപൂർത്തിയായ കൊച്ചാണ്. और लेकिन मैं समझ पाया वो एक बड़ी बच्ची है, അതെന്നെ സ്നേഹിക്കുന്ന ഒരു കൊച്ചാണ്. और मुझे प्रेम करने वाली एक बच्ची है, അത് എന്റെ അടുക്കൽ ഓടി വരുന്നു. और वो भी दौड़ कर आती है, ഞാൻ ഇപ്പൊ അറച്ചു നിന്നു. और मैं रुक गया। എനിക്കറിയാം പ്രായമുള്ളതാണ്, मैं समझता था कि वो सयानी है, എന്നാൽ കാഴ്ചയിൽ കൊച്ചുകുട്ടിയാണ്. देखने में वो छोटी है। ഞാൻ എല്ലാ കൊച്ചുകുട്ടികളെയും അണച്ചത് കൊണ്ട് सब छोटे बच्चों को मैंने आलिंगन किया इसलिए, ഞാൻ ഈ കുട്ടി അണച്ചില്ലെങ്കിൽ കാണുന്നവർ എന്ത് പറയും? और इस बच्चे को मैंने आलिंगन नहीं किया तो देखने वाले क्या कहेंगे? ഞാൻ പക്ഷവേലം കാണിച്ചെന്ന് പറയില്ലേ? मैंने ऐसे पक्षपात दिखाए कहेंगे, ഞാൻ ആ കുട്ടിയെയും അണച്ചങ്ങ് വിട്ടു. और उस बच्चे को भी आलिंगन कर मैं भेज दिया। ദൈവത്തോട് സംസാരിച്ചു. परमेश्वर ने मुझसे बातें किया, നീ എല്ലാവരെയും കുഞ്ഞുങ്ങളായി കാണണം. तू सबको बच्चे होकर देखना है। പ്രിയമുള്ളവരെ, അതെ, ആ മനസ്സ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. प्यारों, ऐसा मन हम हर एक के लिए जरूरी है। അതെ, ഇങ്ങനെയുള്ള ഒരു പാർക്കുന്ന സ്ഥലം എങ്ങനെ സ്ഥലമാണ്? ऐसे जो लोग रहते हैं वो कैसा स्थान है? ഇത് ദൈവത്തിന്റെ കുടുംബമാണ്. ये परमेश्वर का परिवार है, ഇവരിതാ ഇതിന്റെ കുടുംബത്തിൽ വസിക്കുകയാണ്. ये परमेश्वर के परिवार में वास करते हैं। അതാ ദൈവത്തിന്റെ കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? परमेश्वर का डेरा का विशेषता क्या है? 118 സ്കന്ധം വായിക്കുമ്പോൾ 118वें वचन में हम यूं पढ़ते हैं, അതിന്റെ 15 വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു. 15वें आयत में हम यूं पढ़ते हैं, 118 का 15, धर्मियों के तंबू में जय जयकार और उद्धार की ध्वनि हो रही है। यहोवा के दाहिनी हाथ में पराक्रम का काम होता है। ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की तारीफ होवे। അതെ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. धर्मियों के तंबुओं में जय जयकार और उद्धार की ध्वनि हो रही है, അതെ, ഉല്ലസിക്കുവാൻ ആവശ്യമായി ദൈവം ചെയ്യുന്നു. और जय जयकार करने के लिए परमेश्वर हमें अनुमति करता है। ദൈവത്തിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. परमेश्वर का दाहिना हाथ वो अचंबे काम करता है। അതെ, യാക്കോബിന്റെ കൂടാരങ്ങളെ എങ്ങനെ കാണുന്നു? याकूब के निवास स्थान को कैसे देखते हैं? അത് വളരെ മനോഹരമായിട്ട് കാണുകയാണ്. वो बड़े मनोहर होकर हम देखते हैं। ബിലെയാം എങ്ങനെ കാണുന്നു? बिलेआम कैसे देखता है? യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. याकूब तेरा डेरा, इस्राएल तेरा निवास स्थान कितना मनोहर है। കാരണം എന്താണ്? कारण क्या है? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിത്ര ശുഭോത്ര മനോഹരമാകുന്നു. देख भाई, लोग आपस में मिलजुल कर रहना कितना मनोहर और भली बात है। അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. वहाँ परमेश्वर जो है वो अनंत काल की आशीष को देता है। അതേ പ്രിയമുള്ളവരെ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. चारों धर्मों के तंबुओं में जय जयकार और उद्धार की ध्वनि सुनाई देती है। അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. उसका दाहिना हाथ पराक्रम के काम को करता है। അതെ, ഇതാ ഇവിടെ ദൈവത്തിന്റെ കൂടാരം. देखो यहाँ परमेश्वर का डेरा, ഇവിടെ അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. यहाँ उसका दाहिना हाथ पराक्रम के काम को करने वाला है। ഇതാ ഞാനും യഹോവ എനിക്കുന്ന മക്കളും, देख मैं और मुझे परमेश्वर ने दिए हुए बच्चे, സിയോൻ പർവ്വതത്തിൽ സൈന്യങ്ങളുടെ യഹോവയാൽ सिय्योन पर जो परमेश्वर का निवास स्थान है, ഇസ്രായേലിൽ അടയാളങ്ങൾ
അടയാളങ്ങളും അത്ഭുതങ്ങളുമാകുന്നു. इस्राएल जो है वो अद्भुत और अनोखे चिन्ह का विषय है. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? चिन्ह का मतलब क्या है? ഒന്ന് കണ്ടുപിടിക്കാനാണ് അടയാളം. वो देख सकते हैं, ऐसा होता है चिन्ह. അതെ, നമ്മെ ഓരോരുത്തരെയും മറ്റൊരു കണ്ടുപിടിക്കാൻ അടയാളമാക്കി വെച്ചിരിക്കുന്നു. दूसरे लोग हमें देख सके, ऐसा परमेश्वर ने हमें चिन्ह बना दिया है. എന്ത് കണ്ടുപിടിപ്പാൻ? क्या चिन्ह है? ദൈവത്തെ കണ്ടുപിടിപ്പാൻ, परमेश्वर को देखने के लिए, ദൈവത്തെ അറിയുവാൻ, परमेश्वर को जानने के लिए, ദൈവത്തെ അനുഭവിപ്പാൻ परमेश्वर को अनुभव करने के लिए നമ്മെ കർത്താവ് അടയാളങ്ങളാക്കി വെച്ചിരിക്കുന്നു. परमेश्वर हमें चिन्ह होकर रखा है. അതെ, നമ്മെ മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ മതി, हमें दूसरे लोग देखना काफी है. അവർക്ക് ദൈവത്തെ അനുഭവിപ്പാൻ കഴിയും. वे परमेश्वर को अनुभव कर सकते हैं, അവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. परमेश्वर को देख सकते हैं, അവർക്ക് ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ കഴിയും. तो परमेश्वर के स्थान में जा सकते हैं. അടുത്ത് അവർ അത്ഭുതങ്ങളാണ്. और अगला वे अद्भुत हैं. അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താണ്? अद्भुत का मतलब क्या है? മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുക. मनुष्य जो नहीं कर सकता ऐसे काम को करना. മനുഷ്യൻ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുക. मनुष्य जो सोच नहीं सकता ऐसे काम को करना. അതെ, അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്. ऐसे काम करने वाले हैं, ആ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. ऐसे अद्भुत कार्यों को करने वाले അവർ हैं. അത്ഭുതങ്ങളാണ്. वे अद्भुत हैं. അതെ, ഇങ്ങനെ വായിക്കുന്നു. ऐसे पढ़ते हैं, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. मैं कईयों के लिए अद्भुत का कारण हूँ. 71 സങ്കീർത്തനം 7 വാക്യത്തിൽ നാം വായിക്കുകയാണ്. 71वें भजन के 7वें आयत में भी पढ़ते हैं, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. अनेकों के लिए अद्भुत का विषय हो. അതെ, നമുക്കെല്ലാവർക്കും അത്ഭുതങ്ങളായി മാറ്റപ്പെടാം. आइए हम सबके लिए अद्भुत बन जाए. നാം എല്ലാവരും അത്ഭുതങ്ങളായി തീരട്ടെ. आइए हम सब अद्भुत बन जाए. ഈ അത്ഭുതങ്ങളായി തീർന്നവർ ഇവിടെ പാർക്കുന്നു. ये अद्भुत जो बने वो लोग कहाँ रहते हैं? ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുന്നു. परमेश्वर के डेरे में वास करते हैं. ദൈവം അവർക്ക് ദൈവമായിരിക്കുന്നു. परमेश्वर उनका परमेश्वर होकर रहता है, അവരോ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. और वे परमेश्वर के लोग होकर रहते हैं. രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. उनके मध्य में जय जयकार की ध्वनि है. അത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം അവിടെയുണ്ട്. वहाँ उद्धार और जय जयकार की ध्वनि सुनाई देती है. ജയം എങ്ങനെ കിട്ടി? जय काय के लिए मिला? ഓ, ജയം തരുന്ന ഒരു ദൈവമുണ്ട്. जय देने वाला एक परमेश्वर है. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. यीशु मसीह के द्वारा जय दिया हुआ परमेश्वर का स्तुति होवे. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ നീ നമുക്ക് ജയം തരുന്നു. हमारा प्रभु यीशु मसीह के द्वारा पिता परमेश्वर में जय देता है. അവർ പാപത്തെ ജയിക്കുന്നു, वे पाप के ऊपर जय पाते हैं, രോഗത്തെ ജയിക്കുന്നു, बीमारी के ऊपर जय पाते हैं, ലോകത്തെ ജയിക്കുന്നു, संसार के ऊपर जय पाते हैं, പിശാചിനെ ജയിക്കുന്നു. शैतान के ऊपर जय पाते हैं. അതേ, അവർ അത്ഭുതങ്ങളാണ്. हाँ, वे लोग अद्भुत हैं. പ്രിയമുള്ളവരെ, ദൈവം ഇപ്പോൾ സംസാരിക്കുമ്പോൾ, जब प्यारो परमेश्वर जब से बातें करता ഈ है, വചനങ്ങൾ ദൈവം സംസാരിക്കുമ്പോൾ, इन वचनों को जब वो हमसे बातें करता है, പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ, पवित्रताई के साथ जब वो बातें करता है, എല്ലാ അന്ധകാര ശക്തി ഓടിപ്പോവുകയാണ്. सारी अंधकार की ताकतें दूर भाग जाती है. എല്ലാ അന്ധകാര ശക്തിയും എല്ലാവരിൽ നിന്നും ഓടിപ്പോകുകയാണ്. सारी अंधकार की ताकतें सारे लोगों से दूर भाग जाती है. സഹോദരനെ പകയ്ക്കുന്നവൻ ഇന്നിയോളം ഇരുട്ടിലിരിക്കുന്നു. और जो कलीसिया को ठट्ठा उड़ाता है घर में बैठता है, അതേ, സഹോദരന്മാരെ പകയ്ക്കുന്നില്ല, സഹോദരന്മാരെ സ്നേഹിക്കുന്നു. भाइयों का ठट्ठा नहीं उड़ाना. അതേ, സ്നേഹത്തിന്റെ ഒരു വാസസ്ഥലം, वो प्रेम का एक निवास स्थान, സ്നേഹത്തിന്റെ ഒരു ജീവിതം, प्रेम का एक जीवन, സ്നേഹത്തിന്റെ ഒരു ബന്ധം. प्रेम का एक संबंध. അതെ, ഇതത്ര സ്വർഗീയ ബന്ധം. और यही स्वर्गीय संबंध है. അതേ, പ്രിയമുള്ളവരെ, കർത്താവായ യേശു പറഞ്ഞു, प्यारो प्रभु यीशु मसीह ने कहा, എന്റെ പിതാവിന് ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. मेरे पिता के घर में अनेक वासस्थान हैं. ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു. अगर ना होता तो मैं तुमसे ना बताता. എന്നാൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുന്നു. लेकिन तुम्हारे लिए एक जगह तैयार करने के लिए मैं जाता ഞാൻ हूँ. പോയി സ്ഥലം ഒരുക്കിയാൽ जब मैं तुम्हारे लिए तैयार कर लूं, ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും ഒന്ന് ചേർത്തുകൊള്ളും. मैं जहाँ बैठा हूँ वहाँ तुम्हें बैठाने के लिए मैं लौटाऊंगा. അതേ, കർത്താവായ യേശു വേഗം വരാൻ പോകുകയാണ്. हाँ, प्रभु यीशु मसीह शीघ्र आने वाला है. അതിന് നമുക്കൊരു കൺവെൻഷൻ നൽകിയിരിക്കുന്നു.
തന്നിരിക്കുകയാണ്. पहले हमारे लिए एक सम्मेलन दिया है ദൈവം നമ്മെ സ്നേഹിച്ചോട് കുടുംബത്തെ കർത്താവ് വെളിപ്പെടുത്താനിരിക്കുകയാണ്. और परमेश्वर ने हमें प्रेम करते हुए एक परिवार के बारे में प्रकट किया है. ഈ കുടുംബത്തിൽ നമുക്ക് കാണപ്പെടാം. इस परिवार में आइए हम दिखाई दे. ഈ കുടുംബം നമുക്ക് വിശ്വസ്തരായിരിക്കാം. इस परिवार में विश्वासियों को कर रहे. മോശ തന്റെ ഭവനത്തിലൊക്കെയും ദൈവത്തിന്റെ ഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു പോലെ मूसा अपने परमेश्वर के भवन में जैसा विश्वासियों को कर रहा. നമുക്കും ഈ ഭവനങ്ങളിൽ വിശ്വസ്തരായിരിക്കാം. आइए इस भवन में हम भी विश्वासियों को कर रहे. ഈ കുടുംബങ്ങളിൽ വിശ്വസ്തരായിരിക്കാം. इस परिवार में विश्वासियों को कर रहे. നമുക്ക് പരസ്പരം ദൈവസ്നേഹത്തിൽ കാണാം. आपस में परमेश्वर के प्रेम में हम दिखाई दे. വിശുദ്ധിയിൽ കാണാം. पवित्रताई में दिखाई दे. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? हे प्रभु तेरे डेरा में कौन निवास करेगा? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും? तेरे पवित्र पर्वत में कौन खड़ा रहेगा? നമുക്ക് പറയാം, आइए हम कहें, അതെ ഞാൻ കാണപ്പെടും. हाँ मैं दिखाई दूंगा. എന്റെ ദൈവം എന്നെ നിർത്തും. मेरा परमेश्वर मुझे खड़ा करेगा. എന്റെ കർത്താവ് എന്നെ നിർത്തും. प्रभु मुझे खड़ा करेगा. ഈ കൂടാരത്തിൽ കാണപ്പെടും. मैं इस डेरे में दिखाई दूंगा ഈ കൂടാരത്തിൽ തള്ളിക്കളയുകയില്ല. और इस डेरे से मैं नहीं हटूंगा. എന്നെ ഉപേക്ഷിക്കുകയുമില്ല. मुझे वो ना छोड़ेगा ना त्यागेगा. വിശുദ്ധ പർവ്വതത്തിൽ ഞാൻ കാണപ്പെടും. पवित्र पर्वत में दिखाई दूंगा. അതെ സിയോനായ യെരൂശലേമായി सिय्योन और यरूशलेम होकर ഈ കൂടാരത്തിൽ കാണപ്പെടാം. ദൈവം സഹായിക്കുമാറാകട്ടെ. ഇതിന് സ്തോത്രം. परमेश्वर इस डेरे में हमें दिखाई देने वाले दे. परमेश्वर के नाम में